السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك. أنت كما أثنيت على نفسك. أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا وحبيبنا محمد وعلى آل سيدنا ومولانا محمد صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. വളരെ സ്നേഹനിധികളായ അല്ലാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് ജോലി തിരക്കുകളും പ്രയാസങ്ങളും ഒക്കെ ഈ പരിപാടിക്ക് വേണ്ടി മാറ്റിവെച്ച് ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് യാത്ര പറഞ്ഞുപോയ അഭിനന്ദരായ സയ്യിദ് പണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, അവർക്ക് അല്ലാഹു ആയുസ്സും ആരോഗ്യവും ആഫിയത്തും സലാമത്തും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആ പരിശുദ്ധ കുടുംബത്തിന്റെ തണലിൽ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു നേതൃത്വം ഒരുപാട് കാലം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഒരുപാട് വ്യക്തിത്വങ്ങൾ അബുദാബിയിലും അല്ലൈനിലും ഒക്കെ അവിടുത്തെ സുന്നി സെന്ററിന്റെയും KMCCയുടെയും ഒക്കെ അതുപോലെ ഇസ്ലാമിക് സെന്ററിന്റെയും കരുത്തരായ ഒരുപാട് പ്രവർത്തകർ, അധ്യക്ഷരായ അഭിനന്ദരായ അസീസ് സാഹിബ് കാളിയാടൻ, അവരുമായുള്ള ഒരു ബന്ധത്തിലാണ് ഇവിടെ നിങ്ങളുമായി കാണാനുള്ള ഈ അവസരം എനിക്കുണ്ടായത്.
അബുദാബിയില് നടക്കുന്ന ഖുർആൻ ക്ലാസിന്റെ ആരംഭം അത് അവിടെ തുടങ്ങി വെക്കാൻ ുള്ള ചർച്ചകൾ ആരംഭിച്ചത് അസീസ് സാഹിബിനെ പോലെയുള്ള ആളുകളാണെന്ന് ഒരു വലിയ സന്തോഷകരമായ കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെയൊക്കെ പ്രതിഫലം അദ്ദേഹത്തിനും അവരുടെ കുടുംബത്തിനൊക്കെ അല്ലാഹു നൽകട്ടെ. അതുപോലെ ഞങ്ങളുടെയൊക്കെ അഭിനന്ദരായ ഉസ്താദും അബുദാബിയിലെ ഇസ്ലാമിക് സെന്ററിന്റെയും സുന്നി സെന്ററിന്റെയും കരുത്തരായ നേതൃത്വം നൽകി ഞങ്ങൾക്കൊക്കെ ദീനിയായ വിഷയങ്ങളിലേക്ക് വലിയ ഉത്സാഹം തന്ന, ഇപ്പൊ നാട്ടിലേക്ക് താമസം ആക്കി സ്ഥിരമായി ഇപ്പൊ നാട്ടിലുള്ള അഭ്യന്തരായ ബഹുമാനപ്പെട്ട പല്ലാർ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, അള്ളാഹു ആയുസ്സും ആരോഗ്യവും ആഫിയത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇ.പി. അബുട്ടി മുസ്ലിയാർ, വി.കെ. ഹാറൂൺ റഷീദ് മാസ്റ്റർ, കളപ്പാട്ടിൽ അബു ഹാജി സാഹിബ്, പാറയിൽ ഹംസ ഹാജി, ഇ.കെ. ബക്കർ സാഹിബ്, ഇ.പി. മൊയ്തീൻകുട്ടി മാസ്റ്റർ, സി.പി. ലത്തീഫ് സാഹിബ്, നമ്മുടെ ഇൻജാസ് എന്ന ഈ വലിയ സംഘടനയുടെ പ്രവർത്തകരും ഗുണകാംക്ഷികളുമായ നാട്ടുകാരും അതിന്റെ സഹകാരികളായ സത്യവിശ്വാസികളെ, ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കാൻ അത്യധ്വാനം ചെയ്ത നമ്മുടെ വോളണ്ടിയർമാർ, ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മുതിർന്ന ആളുകൾ എല്ലാവരും ഈ സദസ്സിലേക്ക് കടന്നു വരാൻ കാരണക്കാരായതിൽ അവർക്കൊക്കെ വലിയ പ്രതിഫലം അള്ളാഹു നൽകും. തീർച്ചയാണ്. അള്ളാഹു ഈ പരിപാടി സ്വീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഒരു ആംബുലൻസ് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആരാണോ അതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് അവർക്കെല്ലാം അള്ളാഹു നല്ല പ്രതിഫലം രണ്ട് ലോകത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ മഴ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഒരു പന്തൽ വെച്ചിട്ടുള്ളത്. ഇച്ചിരി ചൂടെടുക്കണ്ട. പന്തലില്ലായിരുന്നെങ്കിൽ കുറച്ച് കാറ്റൊക്കെ വരുന്നൊക്കെ തോന്നുന്നുണ്ടാവല്ലേ. ഏതായാലും ഒരുപാട് പൈസ ചെലവഴിച്ചിട്ടാണ് ഇപ്പൊ ഈ പന്തലിവിടെ വെച്ചിട്ടുള്ളത്. എന്നെ വേദന കൊണ്ടെന്ന 5 പൈസ കിട്ടൂല എന്നൊരു അറിയും ചെയ്യാൻ. പിന്നെ ഇപ്പൊ ആകെയുള്ളൊരു പ്രതീക്ഷ നിങ്ങളൊക്കെ എന്തെങ്കിലും നൽകിയിട്ട് അവിടെ നിന്ന് പോവുക. അപ്പോ അതുകൊണ്ടൊക്കെ കാര്യങ്ങൾ മേക്കപ്പായി പോകുമെന്നൊരു പ്രതീക്ഷയിലാണ് അസീസ് സാഹിബിയുടെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ ദുആ ചെയ്ത് ഊതിയ, റുഖിയ ചെയ്ത ഷിഫാഇന്റെ മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടതും തങ്ങൾ ചെയ്തു കൊടുത്തതുമായ റുഖിയ, മന്ത്രചൂതി ദുആ ചെയ്ത തേൻകുപ്പികൾ ഇവിടെ ഉണ്ട്. ആയിരക്കണക്കിന് ബോട്ടിലുകൾ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സംഭാവന കൊടുത്തിട്ട് അത് പോകുന്നതിന് മുമ്പായിട്ട് സ്വീകരിക്കണം എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. അതൊക്കെ ഈ പരിപാടിയുടെ ആവശ്യത്തിലേക്ക് 8 ഡയാലിസിസ് രോഗികൾ അല്ലെ, 8 പേരല്ലേ, 8 പേർക്ക് സ്ഥിരമായി ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ഒരുപാട് രോഗികളെ പുറത്തൊന്നും പറയാതെ അറിയിക്കാതെ തന്നെ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ, ചെറുപ്പക്കാർ അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായി ഇറങ്ങിത്തിരിച്ചിരിക്കാൻ വളരെ സന്തോഷകരമാണ്. ഒരു നാട്ടിലെ ചെറുപ്പക്കാർ അങ്ങനെ നന്നായാൽ, നമ്മുടെ പരിസരങ്ങളൊക്കെ അത് കണ്ടു പഠിക്കുക കൂടിയായാൽ നമ്മുടെ നാട് നന്നായിരിക്കും. നാട്ടിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉള്ളത് കൊണ്ടാവാം അള്ളാഹു വലിയ ക്ഷാമൊന്നും തരാതെ ഇടക്ക് മഴ തന്ന് നമുക്കൊരു വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്നും ഈ വർഷം ഉണ്ടായിട്ടില്ലല്ലോ മുമ്പത്തെ വർഷങ്ങളെ പോലെ. ഏതെങ്കിലും നാട്ടുകാരായ ചെറുപ്പക്കാർ നന്നായതിന്റെ ഫലമായിരിക്കും. ആരുടെയെങ്കിലും മനസ്സിനുള്ളിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഒരു വിളിയും അള്ളാഹുവിലേക്കൊന്നൊരു അടുപ്പവും കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൽ ഒരു പശ്ചാത്താപവും ഒക്കെ തോന്നിയത് ഫലമായിരിക്കും. അള്ളാഹു പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മഴയും ചൂടൊക്കെ ആണെങ്കിലും വെള്ളക്ഷാമൊന്നും വല്ലാതെ വരുത്താതെ അള്ളാഹു കാത്തിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ നാടുകളിലൊക്കെയും അനുഗ്രഹങ്ങൾ അള്ളാഹു ഒരുപാട് കാലം ചൊരിഞ്ഞു തരട്ടെ. ആമീൻ. ഇവിടെ ദുആരക്കാൻ വേണ്ടി ഏൽപ്പിച്ച വിഷയങ്ങൾ, നമ്മുടെ അയൽവാസി, അതുപോലെ തന്നെ ഇവിടെ ഒരു സഹോദരി മരണപ്പെട്ടു പോയതും, ഒരു ഹൈന്ദവ സഹോദരി അവരുടെ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞതൊക്കെ അള്ളാഹു നമ്മുടെ രോഗികൾക്കെല്ലാം പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവർ അവർക്കെല്ലാം അള്ളാഹു പരിപൂർണമായി ശിഫ നൽകട്ടെ. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയഹും ജമീഅ. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയഹും ജമീഅ. أسأل الله العظيم رب العرش العظيم أن يشفيهم جميعا.
أسأل الله العظيم رب العرش العظيم أن يشفيهم جميعا أسأل الله العظيم رب العرش العظيم أن يشفيهم جميعا أسأل الله العظيم رب العرش العظيم أن يشفيهم جميعا أسأل الله العظيم رب العرش العظيم أن يشفينا ويشفيهم جميعا ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ പ്രത്യേകിച്ച് ദുആരക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കുടുംബം എഴുത്തു തന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല ഇവിടെ എഴുതി തരണമെന്നില്ല, നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലാഹുവിനറിയാം. അതൊക്കെ നിയ്യത്ത് ചെയ്ത് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തആല ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ എഴുന്നേറ്റോളൂ, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളൊക്കെ ചേർത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവർക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടോ? ഇവർക്ക് പൈസക്കാണോ ഫ്രീ ആയിട്ടാണോ? ഫ്രീ ആണ്. അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. നിങ്ങൾ അതിഥികളാണ്. അപ്പോ അതൊക്കെ സംഭാവന ചെയ്ത ആളുകൾ അതിനൊക്കെ തക്ക പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മള് വിഷയത്തിലേക്ക് കിടക്കുകയാണ്. സമയം 9:20. ഓരോ മിനിറ്റും നമുക്ക് പ്രധാനമാണ്. 10:20, 11:20, 12 മണിയാകുമ്പോൾ നമുക്ക് ഏകദേശം 2.5 മണിക്കൂർ 10 മിനിറ്റ്, 2 മണിക്കൂർ 40 മിനിറ്റ് ആവും. അത്രയൊന്നും വേണമെന്ന് തോന്നണില്ല. ഇപ്പോഴേക്കും ചൂടുത്തങ്ങളൊക്കെ വിഷമിച്ച ഇടങ്ങാറായി പോകും അല്ലേ? ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. സൂറത്തുൻ നിസാഇൽ തുടങ്ങി വെച്ച ആയത്താണ് നമ്മൾ ഓതിയത്. മനുഷ്യരെ ഇത്തഖൂ റബ്ബക്കും, നിങ്ങളെ പരിപാലിക്കുന്ന അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമേ. അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, അല്ലാഹുവാണ് നിങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് സൃഷ്ടിപ്പ് തുടങ്ങിയത്, ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന്. വഖലഖ മിൻഹാ സൗജഹാ, ആ ഒരു ഉമ്മയിൽ നിന്ന് വാപ്പയിൽ നിന്ന് ഒരുപാട് മക്കളെ ആണുങ്ങളും പെണ്ണുങ്ങളുമായി ഒരുപാട് പേരെ പടച്ചവനാണ് അല്ലാഹു. ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമേ. ഇത്തഖുല്ലാഹ് അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളും നിങ്ങൾ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് എന്ന് വളരെ കൃത്യമായി അല്ലാഹു നോക്കി പരിപാലിച്ച് അല്ലാഹു നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിനെ സൂക്ഷിക്കണേ, കുടുംബ ബന്ധം സൂക്ഷിക്കണേ, മാതാപിതാക്കളെ, ജ്യേഷ്ഠാനിയന്മാരെ, അനിയത്തിമാരെ, കുടുംബ ബന്ധങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണമേ. കുടുംബ ബന്ധം പറഞ്ഞ് അല്ലാഹുവിനെ ഓർക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആജ്ഞാപിച്ചിരിക്കുക. അങ്ങനെ ആ സൂറത്തുൻ നിസാ ആരംഭിക്കുന്നത്. ജീവിതത്തിന്റെ വലിയ സമ്പാദ്യം മക്കൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, ഇന്ന മിനദ്ദുനൂബി ദുനൂബൻ ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ബിൽ അയാൻ. ചില തെറ്റുകൾ പൊറുക്കപ്പെടണമെങ്കിൽ മക്കളെ ചൊല്ലിയുള്ള വേവലാദികളെ കൊണ്ടല്ലാതെ, മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്കുണ്ടാകുന്ന തലവേദന കൊണ്ടല്ലാതെ പൊറുക്കപ്പെടാത്ത ചില തെറ്റുകളുണ്ട്. അല്ലാഹു അത് പൊറുക്കണമെങ്കിൽ മക്കളാൽ ഒരു പ്രയാസം, ഒന്നുകിൽ കെട്ടിക്കാൻ നേരം വൈകിയിട്ടുണ്ട്. ഒരാൾ അങ്ങനെ പറഞ്ഞു, 35 വയസ്സായി പെങ്ങൾക്ക് കല്യാണം വന്നിട്ടില്ല. അല്ലാഹു ആ സഹോദരിക്ക് അതുപോലെയുള്ള വിവാഹം ആലോചിക്കുന്ന സഹോദരിമാർക്കൊക്കെ യോജിച്ച ഇണകളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരുണ്ട്, അവർക്കൊക്കെ ദീനിൽ അവരെ സഹായിക്കുന്ന ഇണകളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
മക്കളെ ചൊല്ലിയുള്ള ഈ വേവലാതികളെ കൊണ്ടല്ലാതെ പൊറുക്കപ്പെടാത്ത ചില പാപങ്ങൾ. ഈ അടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പെൺകുട്ടി ഒരു പൂജാരിയുടെ കൂടെ ഇറങ്ങിയോടി എന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ അറിഞ്ഞോ? ഇത് അത്ര പെട്ടെന്നല്ലേ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ടേ നല്ലത് പറഞ്ഞാലും വേ എത്തും, ചീത്ത പറഞ്ഞാലും വേ എത്തും, എന്ത് പറഞ്ഞാലും പെട്ടെന്ന് എത്തിക്കളയും. ആയിക്കോട്ടെ. പക്ഷെ നമുക്കൊരു വിഷമുണ്ട് അതില്. നമ്മുടെ ഒരു മുസ്ലിം കുട്ടിയല്ലേ, ആ കുട്ടി എങ്ങാനും ഇസ്ലാമിൽ നിന്ന് മതം മാറിപ്പോയാൽ റിദ്ദത്താണ്, മുർത്തദ്ദാണ്, നരകമാണ് പിന്നെ ശിക്ഷയുള്ളത്. ആ കുട്ടിയെ പോറ്റി വളർത്തിയ ഉമ്മ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ട് കുട്ടി ഉമ്മയോട് പറഞ്ഞത്, ഉമ്മ ഭർത്താവിന്റെ വീട്ടുകാര് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്, എന്നെ നിങ്ങൾ ടൗണിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. ഉമ്മ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ടൗണിൽ കൊണ്ട് ഇറക്കി കൊടുത്തു. ഓൾ ഇവനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്, അവന്റെ കൂടെ അങ്ങ് പോയി. ഇതാണ് ഇപ്പൊ സംഭവിച്ചത്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെ താലോലിച്ചുണ്ടാക്കുന്ന മക്കളാണ് നമ്മുടെ മക്കളൊക്കെ, എങ്ങനെ നമ്മൾ വളർത്തുന്നത്. അവർക്കൊരു ചെരുപ്പ് വാങ്ങിക്കുമ്പോ എത്ര ക്വാളിറ്റി നോക്കിയിട്ട് എടുക്കണത് അല്ലേ? ഇത് നല്ല തന്നെയാണോ? ഷർട്ട് എടുക്കുമ്പോ, ഡ്രസ്സ് എടുക്കുമ്പോ ഇത് ചൂടെടുക്കുമോ കുട്ടിക്ക്? പാമ്പേഴ്സ് വാങ്ങിക്കുമ്പോ, ഡയാപ്പർ വാങ്ങിക്കുമ്പോ നല്ല കമ്പനി ആയിക്കോട്ടെ, എന്റെ കുഞ്ഞിന് മുറിവായി പോണ്ട. ഇങ്ങനെയൊക്കെ വളർത്തിയുണ്ടാക്കിയ മക്കൾ അവർക്ക് സ്വന്തമായി നടക്കാനും തീരുമാനിക്കാനും ഓടാനും ഒക്കെ പ്രായമാകുമ്പോ സ്വന്തം മാതാപിതാക്കളെ ഇട്ടേച്ച് ഓടുമ്പോ ആ ഉമ്മയുടെ വാപ്പയുടെ മനസ്സിലെ വേദന എവിടെ കൊണ്ടുപോയി വെക്കും? എന്തായിരിക്കും ആ സങ്കടം? അങ്ങനെയൊക്കെ ചില സങ്കടങ്ങൾ ഉണ്ടായാൽ അള്ളാഹു അവരുടെ ഒരുപാട് പാപങ്ങൾ അതുകൊണ്ട് പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കൾക്കൊന്നും ബുദ്ധിമോശം സംഭവിക്കാതെ മൃഗങ്ങളെപ്പോലെ ഭോഗത്തിന് മാത്രം ജീവിക്കുന്ന മൃഗങ്ങൾ പോലും അങ്ങനെയല്ല. അതായത് മൃഗങ്ങളെ പോലെ എന്ന് പറയാനും പറ്റില്ല, ദുർനടപ്പുകാരായ മനുഷ്യരെ പോലെ എന്ന് ഞാൻ പറയട്ടെ. വെറും ഭോഗിക്കാനും സുഖിക്കാനും മാത്രം ജീവിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ മക്കളുടെ ചിന്തകൾ, നമ്മുടെ ആൺമക്കളും പെൺമക്കളും ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്ന ഒരവസ്ഥ. നമ്മുടെ മുതിർന്നവരും ചെറിയവരും ഏതു നേരവും വ്യഭിചാരത്തിന്റെ ചിത്രങ്ങൾ, വ്യഭിചാരത്തിന്റെ ചർച്ചകൾ, വ്യഭിചാരത്തിന്റെ ചിന്തകൾ. നിബിധങ്ങൾ പറഞ്ഞു, ഞാൻ പോവാണ്, ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോവാൻ. പക്ഷേ ما تركت بعدي فتنة أشد على الرجال من النساء. ഞാൻ പോയാൽ നിങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഫിത്ന പെണ്ണുങ്ങളാണ്. എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് അവരുടെ ദീനും ബുദ്ധിയും നഷ്ടപ്പെടാൻ പെണ്ണുങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഫിത്ന എന്റെ കാലശേഷം എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾ കരുതിയിരിക്കണേ. എന്റെ കാലശേഷം നിങ്ങൾക്ക് വരാനുള്ള ഏറ്റവും വലിയ ഫിത്ന അതാണ്, പെണ്ണുങ്ങൾ. നിങ്ങളുടെ ഈമാൻ വരെ നഷ്ടപ്പെടാൻ, നിങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം നഷ്ടപ്പെടാൻ. മതിയോ? റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസഖത്തുല്ലാഹി ഫീ സഖത്തുൽ വാലിദൈൻ. അല്ലാഹു നിങ്ങളോട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലാഹുവിന് നിങ്ങളോട് പൊരുത്തമാണോ എന്നറിയാൻ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയാൽ മതി. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ, അവർക്ക് നിങ്ങളോട് പൊരുത്തമാണോ? അല്ലാഹു ജല്ല ജലാലു നിങ്ങളോട് പൊരുത്തമാണ്. മാതാപിതാക്കൾക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടോ? വെറുതെ ദേഷ്യം പിടിക്കണ മാതാപിതാക്കളുണ്ടോ? അവരോട് സോറി, നിങ്ങൾക്ക് തെറ്റ്. വെറുതെ മക്കളോട് ശത്രുത കാണിക്കുന്ന മാതാപിതാക്കൾ വളരെ അപൂർവമാണ്, എന്നാലും കാണും. അതല്ല, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ വകയുണ്ടായിരിക്കത് ചെയ്യാതെ, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിച്ചുകൊണ്ടോ അവരെ വേദനിപ്പിച്ചുകൊണ്ടോ ഏതെങ്കിലും രീതിയിൽ അവരുടെ കണ്ണീരൊഴുകിയാൽ അള്ളാഹുവിന്റെ അർശ് കടന്ന് പിടക്കുന്ന അവരല്ലാഹുവിന് ഇഷ്ടമല്ല, അള്ളാഹുവിന് അവരോട് ദേഷ്യമാണ്. സഖത്തുല്ലാഹ് ഫീ സഖത്തുൽ വാലിദൈൻ. അള്ളാഹുവിന്റെ ദേഷ്യം മാതാപിതാക്കളുടെ ദേഷ്യത്തിലാണ്. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് എഞ്ചിനീയറിംഗിന് പോയാൽ കിട്ടുന്ന ഹദീസല്ല. അവര് മെഡിസിൻ പഠിച്ചാൽ ഇതവിടെ ചർച്ചയല്ല. നമ്മുടെ മക്കള് BBAയോ MBAയോ MCAയോ എന്തെടുത്താലും അവരുടെ കരിക്കുലത്തിൽ ഇതൊന്നും ചർച്ച വരൂല. ഇത് പഠിപ്പിക്കുന്നത് ദീനാണ്, അള്ളാഹുവിന്റെ ശരീഅത്താണ് ഇത് പഠിപ്പിക്കുക. അല്ലാത്തവർക്ക് അത് ചർച്ചാ വിഷയം പോലുമല്ല. അതുകൊണ്ട് പൊന്നു മുഅ്മിനീങ്ങളെ ആമുഖമായി ഞാൻ പറഞ്ഞിടാൻ, മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുത്തേക്കണം. മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കും. ഇന്ന് കേൾക്കാനും അറിയാനും നമ്മൾ വായന കുറഞ്ഞു പോയ കാലമാണ്. അതുകൊണ്ട് അല്ലാഹു കാണാനും കേൾക്കാനുമുള്ള ഒരുപാട്
സംവിധാനങ്ങൾ CD ആയിട്ടോ യൂട്യൂബായിട്ടോ സോഷ്യൽ മീഡിയ ആയിട്ടോ കേൾക്കാനും കാണാനും മനുഷ്യൻ നോക്കി വായിക്കാൻ മടിയുള്ള കാലത്ത് ഒരുപാട് കാണാനും കേൾക്കാനും അല്ലാഹു അവസരം തന്നില്ലേ? മക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കിൻ, മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കിൻ, ഇല്ലെങ്കിൽ നഷ്ടമാണ്. അല്ലാഹു നമ്മുടെ സമൂഹത്തിന് അപമാനകരമായ ഒരു സംഭവങ്ങളും ഇനി ഒരിക്കലും സംഭവിക്കാതെ ഈ നാടിനെ വിശേഷിച്ചും മുസ്ലിം പ്രദേശങ്ങളിൽ അല്ലാഹുവിന്റെ കാവൽ മൊത്തത്തിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ കുടുംബത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത്. വളരെ പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ച്, മക്കളുമായുള്ള ബന്ധം, വീട്ടിൽ അനുജൻ ജ്യേഷ്ഠത്തിമാർ തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ ആരംഭ സൂറത്തുൻ നിസാഇന്റെ ആരംഭവാക്യം, സൂറത്തുൻ നിസായിലെ ആദ്യത്തെ ആയത്ത്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, തഖൂ റബ്ബക്കും, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമേ, അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഞാൻ എന്റെ സ്വന്തം നഫ്സിനോടും അത് കഴിഞ്ഞാൽ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യാൻ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങൾ അല്ലാഹു തആല ഒരു നഫ്സിൽ നിന്നാണ് പടച്ചിട്ടുള്ളത്, ഒരു ശരീരത്തിൽ നിന്ന്, ഒരു വാപ്പയുടെ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് തുടക്കം. وخلق منها زوجها, ആദം നബിയിൽ നിന്നാണ് അവരുടെ ഇണയെ പടച്ചത്, ഹവ്വാ ബീവിയെ. ഉമ്മ ഒന്നാണ്, വാപ്പ ഒന്നാണ്. കുച്ച് ബഡി ബാത് ഹോത്തി ഹോത്തെ ജ മുസൽമാൻ ഭി ഏക്, മുസ്ലിമീങ്ങൾക്കും ആ ഒരു ഏകമായ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇഖ്ബാൽ കുതിച്ചു പോയിട്ടുണ്ട്. ഒരു കുടുംബത്തെ പോലെ മനുഷ്യരാശിയെ കാണുകയാണ് അല്ലാഹു. മനുഷ്യരെ, നിങ്ങളുടെയൊക്കെ വാപ്പ ഒന്നാണ്, ഉമ്മ ഒന്നാണ്. وبث منهما رجالا كثيرا ونساء, ഒരുപാട് പുരുഷന്മാരും ആണുങ്ങളെയും അല്ലാഹു പടച്ചത് ആ ഒരു ഉമ്മയിൽ നിന്നും അപ്പയിൽ നിന്നുമാണ്. ഒരു മാതാവിൽ നിന്ന്, പിതാവിൽ നിന്ന്. നിങ്ങൾക്കൊരു പിതാവും മാതാവും ഉള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭൗതികമായ ജന്മത്തിന് കാരണക്കാരാണവർ എങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ കാരണക്കാരൻ, നിങ്ങളുടെ സബബുൽ വുജൂദ്, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരാനുള്ള കാരണം അല്ലാഹു അല്ലയോ? അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. വസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, ശുദ്ധ ഖുർആൻ 4 സ്ഥലങ്ങളിൽ അല്ലാഹുവിനെ അനുസരിക്കണേ, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അനിഷ്കുർലി വലിവാലിദൈക, എനിക്ക് നന്ദി ചെയ്യണം, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. വസ്വ, ഔസ്വ, 2 പ്രയോഗം കാണും ഖുർആനിൽ. ഔസ്വൈന, നമ്മൾ വസിയത്ത് ചെയ്തു. വസ്വൈന, നമ്മൾ വസിയത്ത് ചെയ്തു. അൻസൽന നസ്സൽന എന്ന് പറയുന്ന പോലെ ഒരു തവണ വസിയത്ത് ചെയ്യുന്ന പറഞ്ഞ എന്താ? ഞാൻ മരിച്ചുപോയാൽ മക്കളെ, എന്റെ കാലശേഷം മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വാപ്പ അല്ലെങ്കിൽ ഉമ്മ മക്കളോട് വസിയത്ത് ചെയ്യാം. നിരന്തരം വസിയത്ത് ചെയ്തു, നിരന്തരം പറഞ്ഞെടുത്തു, എപ്പോഴും പറഞ്ഞു കൊടുക്കുക, നിങ്ങളിത് ചെയ്യണേ, നിങ്ങൾ മാതാപിതാക്കളെ നോക്കണേ. അതുകൊണ്ടാവാ വസ്വൈന, അല്ലാഹു വസ്വ എന്നാ പറഞ്ഞത്. നിരന്തരം അല്ലാഹു പറയാൻ. അൽ ഇൻസാന, മനുഷ്യനോട്. മനുഷ്യരെന്ന് പറഞ്ഞതിൽ ഹിന്ദുവുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മതമില്ലാത്തവനുണ്ട്, ചെറിയ മക്കളില്ലേ, അവരൊക്കെ ഇൻസാനാണ്. അവരോടും അല്ലാഹുവിന്റെ ആജ്ഞയുണ്ട് മാതാപിതാക്കളെ നോക്കണമെന്ന്. മാതാപിതാക്കളെ നോക്കണമെന്ന്. വസ്വൈനൽ ഇൻസാൻ, ഇൻസാൻ എന്ന വാക്കിന്റെ പരിധിയിൽ മക്കളും വിട്ടുപോയിട്ടുണ്ടെന്നാണ്. പക്ഷേ മക്കൾക്ക് തക്ലീഫില്ല, അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് മക്കൾ ഒരു നന്മ ചെയ്താൽ അതിന്റെ കൂലി മാതാപിതാക്കൾക്ക്. ചെറിയ മക്കൾ തെറ്റ് ചെയ്താൽ അവർക്ക് ശിക്ഷ ഉണ്ടാവില്ല. അവര് പ്രായപൂർത്തിക്ക് താഴെയാകുമ്പോ, തമീസിന്റെ പ്രായത്തിൽ താഴെയാകുമ്പോ. ഉലമാഇന്റെ അഭിപ്രായങ്ങൾ. സുബ്ഹാനല്ലാഹ്, മനുഷ്യനോട് അല്ലാഹു വസിയത്ത് ചെയ്യാണ്, മാതാപിതാക്കളെ നോക്കണേ. എന്താ കാരണം എന്നറിയോ? നീ ഈ ലോകത്തേക്ക് കടന്നു വരാനുണ്ടായ ആദ്യത്തെ കാരണം നിന്റെ ഉമ്മയാണ്, നിന്റെ ഉപ്പയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ നീ നോക്കേണമേ, അവരോട് നീ വസിയത്ത് നന്മയോടുകൂടെ പെരുമാറണം, നല്ലത് ചെയ്യണം, അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം, അവരെ തൃപ്തിപ്പെടുത്തിയേക്കണം, അവരുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ. അയ്യകൂനൽ വലദു ഗൈളാ, മക്കൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്ന കാലഘട്ടം അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ ഭയങ്കര ദേഷ്യപ്പെടുന്ന കാലം, എന്തിനും അടിച്ചു പൊട്ടിക്കുക, അങ്ങനത്തെ മക്കളുള്ള കാലം.
ദേഷ്യം ഒന്ന് ചോദിച്ചു, പിന്നെ അടുത്തത് പിന്നെ പൊട്ടിക്കലാണ്. അല്ലെങ്കിൽ ഉമ്മയെ തല്ല, വാപ്പയെ തല്ല, അല്ലെങ്കിൽ പിണങ്ങി കിടക്കുക, ഇറങ്ങി ഓടുക. ഇങ്ങനെ പിടിച്ച വാശി, ഇങ്ങനെ മക്കൾ പെരുമാറുന്നത് അന്ത്യനാളിനോട് അടുക്കുന്ന കാലഘട്ടത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീടിന്റെ ഉള്ളിലൊക്കെ നോക്കി മക്കൾ എങ്ങനെ പെരുമാറുന്നത്. ചെറിയ കുഞ്ഞിനോടും ആണിനോടും പെണ്ണിനോടും സർവ്വമതക്കാരനോടും മുസ്ലിമിനോടും അമുസ്ലിമിനോടും ഒരുപോലെ നിന്റെ മാതാപിതാക്കളെ നീ ശരിക്കും നോക്കി പരിപാലിക്കണമേ എന്ന അള്ളാഹുവിന്റെ ആജ്ഞ നിരന്തരം ഒന്നിന് പിറകെ ഒന്നായി അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് വസ്വ എന്ന പ്രയോഗം. വസ്വൈന ഔസൈന എന്നല്ല, രണ്ടിന്റെയും അർത്ഥം ഒന്നാണ്, ധാതു ഒന്നാണ്, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. എന്ത് ചെയ്യാ? നിരന്തരം അള്ളാഹു നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ? നിന്റെ ഭൗതികമായ ജന്മത്തിന്റെ കാരണക്കാർ നിന്റെ വാപ്പയും ഉമ്മയുമാണെങ്കിൽ, നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും ജന്മത്തിന്റെ കാരണക്കാർ അവരുടെ ഉമ്മയും വാപ്പയാണെങ്കിൽ, മനുഷ്യപിതാവിന്റെ ജന്മത്തിന്റെ കാരണക്കാരൻ അല്ലാഹുവല്ലയോ? നിന്റെ ജന്മത്തിന്റെയും ശരിയായ കാരണക്കാരൻ അല്ലാഹുവല്ലേ? നിന്റെ കൺമുമ്പിൽ നിനക്ക് കാണുന്ന കാരണക്കാരാണ് നിന്റെ ഉമ്മയും വാപ്പയും. നീ അവർക്ക് നന്ദി ചെയ്തേക്കണം. എങ്കിൽ പിന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നിനക്ക് എളുപ്പമായി വരും. അള്ളാഹുവാണല്ലോ നിന്നിങ്ങോട്ട് കൊണ്ടുവന്നത്, അള്ളാഹുവല്ലേ നിന്നെ ജനിപ്പിച്ചത്, വാപ്പതിന്റെ കാരണക്കാരനല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ ജനിപ്പിച്ച അള്ളാഹുവിനെ, നിനക്ക് ജന്മം നൽകിയ അള്ളാഹുവിനെ നിനക്ക് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. എങ്ങനെ? നിന്റെ മാതാപിതാക്കളെ കണ്ടാൽ, അവരെ കാണുമ്പോൾ നിനക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും. കൊണ്ടാണ് അള്ളാഹു മാതാപിതാക്കളുടെയും അള്ളാഹുവിന്റെയും വിഷയം ചേർത്ത് പറയാൻ കാരണം 4 സ്ഥലങ്ങളിൽ ശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല അച്ചടക്കം നൽകട്ടെ. ബിർറു ആബാഅകും തബറുക്കും അബ്നാഉകും. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നന്നായി പെരുമാറിക്കോളൂ, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് നന്നായി പെരുമാറും. നിങ്ങൾ സ്വന്തം മാതാപിതാക്കളോട് നന്നായി പെരുമാറിയാൽ നിങ്ങൾക്ക് പ്രായമാകുന്ന കാലത്ത്, നിങ്ങൾക്കൊരു സഹായം ആവശ്യമാകുന്ന കാലത്ത് അവർ നിങ്ങളോട് നന്നായി പെരുമാറും. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് പോകാതെ ശരീരം സൂക്ഷിച്ചാൽ, നിങ്ങളുടെ ഭാര്യമാർ വ്യഭിചാരത്തിലേക്ക് പോകാതെ ശരീരം സൂക്ഷിക്കും. നിങ്ങൾ ചെയ്താൽ അവർ നിങ്ങൾക്ക് സൂക്ഷിച്ചു തരും. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അവർ സൂക്ഷിക്കും. ഏതെങ്കിലും ഒരാൾ, ഉലമാ പറയാറുണ്ട്, ഏതെങ്കിലും ഒരാൾ സ്വന്തം മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത്, അത് മാത്രമല്ല വേറെ ആരുടെയോ മാതാപിതാക്കൾക്ക് നന്മ ചെയ്താൽ, വേറെ ആരുടെയോ മക്കൾ നിങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാനുണ്ടാകും. നിങ്ങൾ നോക്കിയത് ഏതോ ഒരു വാപ്പയെ, സ്വന്തം വാപ്പയെ ഒഴിവാക്കിയിട്ടല്ല, അവരൊക്കെ നോക്കുന്നതോടുകൂടെ വേറെ ആരുടെ വാപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിങ്ങൾ മുതിർന്നിട്ടുണ്ട്, സഹായം ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ദാരിദ്ര്യം നീക്കിക്കളയാൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കളല്ലാത്ത മാതാപിതാക്കളെ നിങ്ങൾ സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ, നിങ്ങളുടെ മക്കളല്ലാത്ത മറ്റാരുടെയോ മക്കൾ നിങ്ങളെ സഹായിക്കാൻ വരുമെന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അത്ഭുതമാണത്. നീ എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെയാണ് നിന്നോട് പെരുമാറപ്പെടുന്നത്. നമ്മൾ എങ്ങനെ അങ്ങോട്ടുണ്ടാവുക. അതുകൊണ്ട് സ്വന്തം മാതാപിതാക്കളോട് നന്മ ചെയ്ത് ഇപ്പൊ തുടങ്ങിയാൽ, വാർദ്ധക്യമാകുമ്പോ നിനക്കൊരു ശബാബ്, ഒരു യൗവനം കഴിഞ്ഞ് കഹലും കഴിഞ്ഞ് ശൈഖൂഖത്തിലേക്ക്, വാർദ്ധക്യത്തിലേക്ക് വരുമ്പോ നിനക്ക് ആവശ്യമുണ്ട് ഒരാളിലേക്ക് ചാരി നിൽക്കാൻ ഒരാളുടെ സഹായം ആവശ്യമില്ലാതെ എഴുന്നേൽക്കാൻ പറ്റാത്ത, ഒരാളുടെ കൈത്താങ്ങില്ലാതെ നടക്കാൻ പറ്റാത്ത, ആരെങ്കിലും വായിലേക്ക് മരുന്ന് വെച്ച് തന്നാലല്ലാതെ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ സ്വന്തം മക്കള് നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. നിങ്ങൾ സ്വന്തം മാതാപിതാക്കൾക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, വേറെ ആരുടെയെങ്കിലും മാതാപിതാക്കൾക്ക് നന്മ ചെയ്തിട്ടുണ്ടോ, വേറെ ആരുടെയോ മക്കൾ നിങ്ങളെ ഒന്ന് സഹായിക്കാനുണ്ടാകും. ഇതാണ് ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് ശരീഅത്തുൽ ഇസ്ലാമിന്റെ വലിയൊരു മനോഹരമായ ഒരു പാഠമാണ്. അള്ളാഹു നമുക്ക് മക്കളിൽ നിന്ന് കൺകുളിർമയെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ
ചെലവഴിച്ചാൽ കൂലി കിട്ടുന്നത് മക്കൾക്കാണല്ലോ. നമ്മൾ വീട് വെക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ ദുആ ചെയ്ത് തങ്ങൾ അവറുകൾ അല്ലാഹു അവർക്കൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ. നമ്മൾ ചെലവഴിക്കുന്നത് വീടിനോ കച്ചവടത്തിനോ വസ്ത്രം വാങ്ങിക്കാനോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്തോ ആകട്ടെ. ദീനാറൻ തുൻഫിഖുഹു അലാ അയാലിക വദീനാറൻ തതസദ്ദഖു ബിഹി അലാ മിസ്കീൻ. നിങ്ങൾ ചെയ്യുന്ന ധർമ്മങ്ങളിൽ ഏറ്റവും നല്ല ധർമ്മം തുൻഫിഖുഹു അലാ അയാലിക, നിങ്ങളുടെ ആശ്രിതർക്ക് നിങ്ങൾ ചെലവഴിക്കുന്നതാണ്. ആരാണ് ആശ്രിതർ? ബിർറ ഉമ്മക വ അബാക വഅഖാക വഉഖ്തക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാക്ക് നന്മ ചെയ്യണേ, ബാപ്പാക്ക് നന്മ ചെയ്യണേ. വഅഖാക വഉഖ്തക, സഹോദരന് നന്മ ചെയ്യണം, സഹോദരിക്ക് നന്മ ചെയ്യണം. നിരാലംബരാണെങ്കിൽ അവരെ നോക്കി വളർത്താൻ ആളുകളില്ലെങ്കിൽ നിങ്ങളാണ് ആങ്ങളെയെങ്കിൽ പെങ്ങളെ നിങ്ങൾക്ക് നോക്കൽ ബാധ്യതയാണ്. ജ്യേഷ്ഠന് അസുഖമായി കിടക്കുന്ന ജ്യേഷ്ഠനാണ്, നിങ്ങൾക്ക് അല്ലാഹു ആരോഗ്യം തന്നു വരുമാനമുണ്ട്, ജ്യേഷ്ഠനെ പരിപാലിക്കൽ നിങ്ങൾക്ക് നിർബന്ധമായി വരും. ബിർറ ഉമ്മക വഅബാക വഅഖാക വഉഖ്തക ഫസുമ്മ അദ്നാക ഫഅദ്നാക. ഉമ്മയെ നോക്കണേ, ബാപ്പയെ നോക്കണേ, ആങ്ങളെ നോക്കണേ, പെങ്ങളെ നോക്കണേ, പെങ്ങളെ ശ്രദ്ധിക്കണേ. സുമ്മ അദ്നാക ഫഅദ്നാക, പിന്നെ നിങ്ങളോട് അടുത്ത ബന്ധമുള്ളവർ. ഇങ്ങനെ ഇസ്ലാം കുടുംബ ബന്ധങ്ങളെ ഒരുമിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് 2 സെന്റ് ഭൂമിക്ക് വേണ്ടി ആങ്ങളെയും പെങ്ങളും തെറ്റുന്നത്? 5 സെന്റ് ഭൂമിക്ക് വേണ്ടി എങ്ങനെയാണ് ചോരബന്ധം മുറിച്ചു മാറ്റുന്നത്? സ്വന്തം ഉമ്മയോടോ വാപ്പയോടോ കൊല്ലങ്ങളായി മിണ്ടാതെ നടക്കാൻ കാരണം ഒരു 5 സെന്റ് ഭൂമി പെങ്ങൾക്ക് വാപ്പ ഏറെ കൊടുത്തതിന്റെ പേരിൽ. വാപ്പമാരത് ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷേ അതിന്റെ പേരിൽ കുടുംബ ബന്ധം മുറിക്കാൻ പാടുണ്ടോ? സ്വന്തം പെങ്ങളോട് മിണ്ടാതെ കഴിയാൻ പാടുണ്ടോ? പെങ്ങൾ ആങ്ങളയോട് തെറ്റാൻ പാടുണ്ടോ? വാപ്പ മക്കളോട്, മക്കൾ വാപ്പയോട്. സമ്പത്തിന്റെ പേരിലല്ലേ മനുഷ്യനെ കളിക്കുന്നത്? എന്താണ് ഈ സമ്പത്ത്? കബറിലേക്ക് കൊണ്ടുപോകോ? ഇല്ല. പക്ഷെ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന തർക്കങ്ങള്, പിണക്കങ്ങള്, ദുൽമുകള് എന്തെല്ലാം. അല്ലാഹു സമൂഹത്തിന് ബോധം നൽകട്ടെ. വിധങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുദയ്യ മൻ യഊൽ. നിങ്ങൾക്ക് അല്ലാഹു ബാധ്യതയാക്കി വെച്ച ആളുകളെ, നിങ്ങൾ നോക്കാൻ നിർബന്ധമായ ആളുകളെ നിങ്ങൾ നോക്കാതിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളിൽ വലിയ തെറ്റാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അല്ലേ നിസ്കരിക്കാൻ പറഞ്ഞത്? അല്ലാഹുവാണ് ഇവരെ നോക്കാൻ പറയുന്നത്. വാപ്പയുടെ സ്വഭാവം നന്നായിട്ട് നോക്കുക, അല്ലെ ഉമ്മയുടെ സ്വഭാവം നന്നായിട്ട്, അതൊന്നും നോക്കണ്ട. അവരുടെ സ്വഭാവം എന്തോ ആകട്ടെ, അവരെ നോക്കിയേ പറ്റൂ. വാപ്പന്മാരൊക്കെ എന്ത് ചെയ്യണം? സ്വഭാവമൊക്കെ നന്നാക്കണം. ആ പഴയ മട്ടത്തെ ആ പിടിച്ച വാശിയും കണ്ണിനൊക്കെ ദേഷ്യം, അതൊക്കെ വാപ്പാരുമാരും ഒന്ന് ഒഴിവാക്കും വേണം. കാലൊക്കെ മാറിയില്ലേ? കുറച്ചൊക്കെ ഒന്നൊരു ഓപ്പൺ മൈൻഡഡ്നെസ് അല്ലേ, ഒരു തുറന്ന മനസ്സൊക്കെ വാപ്പാർക്കും ഉമ്മാർക്കും വേണം. അത് വാപ്പാരുമാര് മനസ്സിലാക്കുക. പക്ഷെ മക്കളോട് ചില ബാധ്യതകളുണ്ട്, അത് മക്കൾ നിർവഹിച്ചേ പറ്റൂ. വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറയാണ് അല്ലാഹു തആല. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തിലെ യുവാക്കളോട് പറഞ്ഞിട്ടുണ്ട്, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. ചെറുപ്പക്കാരാ, നിനക്ക് മഹർ കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ, അഖല്ലു മുതമവ്വിലിൻ, വിലമതിക്കാവുന്ന ഏത് ചെറുതാണെങ്കിൽ പോലും മഹർ നിങ്ങൾക്ക് സ്വഹീഹാകും, മഹർ കൊടുക്കാൻ പറ്റും. അഖല്ലു മുതമവ്വിലിൻ, ഇത്ര തന്നെ വേണമെന്നില്ല. നിന്റെ പെണ്ണ് പൊരുത്തപ്പെടുന്ന ഒരു മഹർ, വിലമതിക്കുന്ന എന്തെങ്കിലും ഒരു മഹർ കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ, അവരുടെ ചെലവ് പുറത്താൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യണേ. ഫഇന്നഹു അഗല്ലു ലിൽ ബസരി, നിങ്ങളുടെ കണ്ണുകൾ പോകുന്ന ബസ്സിലെ, കാറിലെ, വാഹനത്തിലോടുന്ന, സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന, കോളേജ് വിട്ടു വരുന്ന കുട്ടികളൊക്കെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് ഹറാമ് നിറക്കുന്നതിന് പകരം നിങ്ങളുടെ കണ്ണുകൾക്ക് ഹലാലായി അല്ലാഹു അനുവദിച്ച ഒരു ഭാര്യയെ സ്വീകരിച്ചുകൂടെ? ഞങ്ങൾ പറയാം, നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കാൻ നല്ലത് അതാണല്ലോ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി വിവാഹം ചെയ്യണേ. കണ്ടവരെ മുഖത്ത് നോക്കി നിൽക്കല്ലേ, കണ്ണിനെ സൂക്ഷിക്ക്, കണ്ണുകൊണ്ട് വ്യഭിചരിക്കല്ല. നിന്റെ ഗുഹ്യ സ്ഥാനം സൂക്ഷിക്കാനും നിനക്ക് നല്ലത് നീ വിവാഹം ചെയ്യലാണ്. വിശുദ്ധ റസൂലുള്ളാഹ്
അതുകൊണ്ടാണ് കല്യാണം കഴിച്ചവരെ സംബന്ധിച്ച് ശർഅ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, മുഹ്സൻ. വൽ മുഹ്സനാതു മിനൻ നിസാ. മുഹ്സൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായ ചാരിത്ര ശുദ്ധി കൈവരുത്തിയ ആളുകൾ. കല്യാണം കഴിഞ്ഞവൻ പിന്നെ വ്യഭിചരിക്കാൻ പോവില്ല, അല്ലാത്തവനും പോവാൻ പാടില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഹലാലായ വഴി അല്ലാഹു തന്നിരിക്കെ എങ്ങനെയാണ് അവൻ ഹറാമിനെ പറ്റി ചിന്തിക്കുന്നത്? അതുകൊണ്ടാണ് വ്യഭിചരിച്ച മനുഷ്യൻ മുഹ്സനാണെങ്കിൽ, വിവാഹം ചെയ്തവനോ വിവാഹം ചെയ്തവളോ ആണെങ്കിൽ വ്യഭിചാരത്തിന്റെ ശിക്ഷയുടെ വ്യത്യാസമുണ്ടവിടെ. വിവാഹം ചെയ്തവനും അല്ലാത്തവനും തമ്മിൽ. വിവാഹം ചെയ്തവനോ ചെയ്തവളോ ആണെങ്കിൽ, മുഹ്സനോ മുഹ്സനത്തോ ആണെങ്കിൽ അവരെ മരണം വരെ, മരിക്കുന്നവരെ എറിയണമെന്നാണ് ശർഅന്റെ നിയമം. എറിഞ്ഞു കൊല്ലണമെന്നാണ്. വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ അറിയാവുന്നത് കൊണ്ടാണോ? ആ ഒരു സംവിധാനം നബിതങ്ങളുടെ കാലത്തില്ലാത്തത് കൊണ്ടാണോ? ഒരു കുന്തമെറിഞ്ഞ് കൊലപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണോ? മറ്റേതെങ്കിലും രീതിയിൽ ജീവനെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? അല്ല, അവൻ മുഹ്സനായിരിക്കെ, നിക്കാഹ് ചെയ്തവനായിരിക്കെ, അവൻ ദാമ്പത്യ ജീവിതം അനുഭവിച്ചവനായിരിക്കെ പിന്നെ എങ്ങനെയാണ് അവൻ ഹറാമിലേക്ക് പോയത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഭൂമിയിൽ അവൻ വേണ്ട, അവന് നിന്ദ്യമായ രീതിയിൽ ഇവിടുന്ന് കൊണ്ടുപോകണം. അതുകൊണ്ട് ഉർജുമൂ, മരണം വരെ കല്ലെറിയണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ കോടതിക്ക് മുമ്പിലാണ് വിഷയമെത്തുന്നതെങ്കിൽ ആണും പെണ്ണും എറിഞ്ഞു കൊല്ലപ്പെടും. ഇതാണ് ഇസ്ലാമിന്റെ ശർഇന്റെ നിയമം. വിവാഹം ചെയ്യാത്തവനാണെങ്കിലോ ജൽദു മിഅത്തിൻ വതജ്ലീദു ആം വഇജ്ലാഉ ആം, ഒരു വർഷത്തേക്ക് നാടുകടത്തുകയും 100 വീതം അടിക്കപ്പെടുകയും ചെയ്യും. അവര് ചാട്ടവാറുകൊണ്ടുള്ള അടി. ആർക്ക്? വിവാഹം ചെയ്യാത്തവനാണ് വ്യഭിചരിച്ചതെങ്കിൽ. അതിനൊക്കെയുള്ള പരിഹാരം അല്ലാഹു നിങ്ങൾക്ക് മഹർ കൊടുക്കാൻ കഴിവ് തന്നാൽ, ചെറുപ്പക്കാര എന്റെ ബിസിനസ് ഒന്ന് ഉഷാറാവട്ടെ എന്നിട്ട് മതി എന്ന് പറയല്ല. 10 കൊല്ലം നീണ്ടു നിൽക്കുന്നതിന്റെ വീട് പണി തീരട്ടെ എന്ന് പറയല്ല. നിനക്ക് മഹർ കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ നിക്കാഹിനെ പറ്റി ആലോചിച്ചോ. നിന്റെ പഠനം മുന്നോട്ട് പോയിക്കോട്ടെ, കച്ചവടം മുന്നോട്ട് പോയിക്കോട്ടെ, വ്യഭിചാരത്തിലേക്ക് പോകാതെ ശരീരം സൂക്ഷിച്ചോളൂ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാവിൽ കണ്ട ഒരു കാഴ്ചയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ടുപോയി അല്ലാഹുവിന്റെ മലക്കുകൾ നോക്കുമ്പോൾ ജുബ്ബുൻ മുഗത്താ, മൂടപ്പെട്ട ഒരു കിണർ പോലെ ഞങ്ങൾ കണ്ടു. അത് നരകമായിരുന്നു. ആ നരകത്തിന്റെ ഉള്ളിൽ ഒരുപാട് ആളുകളുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും. വസ്ത്രങ്ങളില്ലാത്തവര് ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും. ആ പാത്രത്തിന്റെ ഉള്ളിൽ നിറയെ തീയാണ്. അടിയിൽ നിന്ന് തീയങ്ങ് പൊങ്ങുമ്പോൾ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നാകെ ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റോടാൻ ഭാവിക്കുന്ന പോലെ ആ മൂടപ്പെട്ട ഒരു കലം പോലെ നിൽക്കുന്ന നരകത്തിന്റെ ഒരു കുഴിയാണ്. ഇതിന്റെ മേലോട്ട് എല്ലാവരും പൊങ്ങി വരും, ആർത്ത് വിളിച്ചിട്ട്. ആർക്കും പുറത്തു വരാൻ പറ്റുന്നില്ല. തീ അങ്ങ് താഴെ പോയാൽ ഇവര് താഴെ പോകുന്നു. തീ വരുമ്പോൾ മേലോട്ട് ആർത്ത് നിലവിളിച്ച് മേലെ വരുന്നു. മൻ ഹൗലാഇ യാ ജിബ്രീൽ, ജിബ്രീലേ ഇതാരാണ്, ആരാണ്, എന്താണ് ഈ സംഭവിക്കുന്നത്? നബിയേ, ഹൗലാഇ സുനാതു മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഉമ്മത്തുകളിൽ വ്യഭിചാരം ചെയ്ത് നടന്നവരെ അല്ലാഹു ശിക്ഷിക്കുന്ന രീതിയാണിതെന്ന് മിഅ്റാജിന്റെ രാവിൽ ഹബീബിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാഹു ജല്ല ജലാലു. അതുകൊണ്ടാണ് അല്ലാഹു കാവൽ ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്, നിങ്ങൾ തഹ്സീൻ ചെയ്തോളൂ, ശരീരം സൂക്ഷിച്ചോളൂ, വിവാഹത്തെപ്പറ്റി ആലോചിച്ചു തുടങ്ങിക്കോളൂ, നീട്ടിക്കൊണ്ടുപോവേണ്ട. കണ്ണ് സൂക്ഷിക്കാനും ശരീരം വ്യഭിചരിക്കാതെ സൂക്ഷിക്കുവാനും നിങ്ങൾക്കുത്തമം അതാണ്. അതുകൊണ്ടാണ് വിവാഹപ്രായമെത്തിയിട്ടും മക്കളെ പഠിപ്പിച്ച് നിങ്ങൾ മെഡിസിൻ പഠിപ്പിച്ചോ കുഴപ്പമില്ല, എഞ്ചിനീയറിംഗിന് പഠിപ്പിച്ചോ കുഴപ്പമില്ല, എത്ര കാലം വേണമെങ്കിലും പഠിപ്പിച്ചോ. പക്ഷേ വിവാഹത്തിലേക്ക് ആഗ്രഹമാകുന്ന ഒരു കാലമായി തുടങ്ങിയാൽ, വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്ന ഒരു പ്രായം നിങ്ങളുടെ പെൺമക്കൾക്കോ ആൺമക്കൾക്കോ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം ചെയ്യിച്ചു കൊടുക്കണം. എന്നിട്ട് മതി പഠനം. വിവാഹത്തിന്റെ സമയമായി കഴിഞ്ഞാൽ വിവാഹം ചെയ്യിപ്പിക്കണേ. 3 വിഷയങ്ങൾ നീട്ടിക്കൊണ്ടുപോവല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 വിഷയങ്ങൾ നീട്ടിക്കൊണ്ടുപോവരുത്. 1, നിസ്കാരത്തിന്റെ സമയമായാൽ അത് വളരെ പെട്ടെന്ന് അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിച്ചേക്കണം. 2, ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആള് ഗൾഫിൽ നിന്ന് വരട്ടെ, അബുദാബിയിൽ നിന്ന് വരട്ടെ, ഖത്തറിൽ നിന്ന് വരട്ടെ, കുവൈറ്റിൽ നിന്ന് വരട്ടെ, കാത്തുവെക്കണ്ട. മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത്
നിങ്ങൾ ഉടനെ മറവ് ചെയ്തേക്കണം. പിന്നെ പറഞ്ഞു, മൂന്നാമത്തെ വിഷയം, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് വിവാഹപ്രായമെത്തി വിവാഹത്തിലേക്ക് ആഗ്രഹം തോന്നിത്തുടങ്ങിയാൽ പിന്നെ കല്യാണം അതും ഇതും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവണ്ട, നിക്കാഹ് ചെയ്യിപ്പിച്ചോ. നിക്കാഹ് ചെയ്യിച്ചിട്ട് മതി ബാക്കി പഠനം. അല്ലാതിരിക്കുമ്പോഴാണ് നിബിധങ്ങൾ പറഞ്ഞുവല്ലോ, ഇദാ അതാകും മൻ തർളൗന ദീനഹു വഅമാനതഹു ഫസവ്വിജൂഹു. നിങ്ങൾക്കൊരു ചെറുപ്പക്കാരന്റെ മതബോധവും ആ ചെറുപ്പക്കാരന്റെ സത്യസന്ധതയും ബോധ്യപ്പെട്ടാൽ, പ്രായപൂർത്തിയായി വിവാഹപ്രായമെത്തി നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിവാഹം ചെയ്തു കൊടുക്കാം. ഈ സത്യസന്ധന്, ദീനുള്ള ചെറുപ്പക്കാരന്. ഇല്ലാതെ ഫഅലു, നിങ്ങളത് ചെയ്തില്ലെങ്കിൽ തകുൻ ഫിത്നതുൻ ഫിൽ അർളി, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഫിത്നയുണ്ടാകും. വഫസാദുൻ അരീൽ, ഒരുപാട് ഭയാനകമായ വിപത്തുകൾ ഇവിടെ സംഭവിക്കും. ആ വിപത്തിന്റെ ബാക്കിയാണ് പൂജാരിയുടെ കൂടെ ഇറങ്ങി ഓടുന്നത്. ആ വിപത്തിന്റെ ബാക്കിയാണ് 4 കുഞ്ഞുങ്ങളുള്ള ഉമ്മ തന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിന്റെ ഉള്ളിൽ മണിമാളികൾ സുഖിച്ച് ജീവിച്ചിട്ട് കണ്ടവന് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് കൂടെ ഇറങ്ങി ഓടുന്നത്. നിങ്ങളുണ്ടാക്കി വെച്ച ഫിത്നയാണ്. നിങ്ങളാണതിന് കാരണക്കാർ. നിങ്ങളാണ് അവർക്ക് തഹ്സീന് ചെയ്യാത്തവര്. നിങ്ങൾക്ക് അവരുടെ സംരക്ഷണം അല്ലാഹു ഏൽപ്പിച്ചിരുന്നു, എന്തുകൊണ്ട് ചെയ്തില്ല? മക്കൾ കണ്ടവന്റെ കൂടെ പോകുന്നത്, ഒളിച്ചോടുന്നതോ മുങ്ങിയോടുന്നതോ ഒക്കെ അവർക്ക് വിവാഹത്തിലേക്ക് ആവശ്യമുള്ളൊരു ഘട്ടം വന്നപ്പോ നിങ്ങളത് ചെയ്യാതിരുന്നതിന്റെ ഫലമാണ്. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ലോകത്ത് ഫിത്ന വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെറുപ്പക്കാരോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശം, മുസ്ലിമീങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്, മുസ്ലിമീങ്ങളോട് ഞാൻ പറയുന്നത്, വിവാഹത്തിലേക്ക് ആഗ്രഹം തുടങ്ങുന്ന കാലമായാൽ ചെറുപ്പക്കാര, നിനക്ക് മഹർ കൊടുക്കാനും നിന്റെ ഭാര്യയായ സഹോദരിക്ക് ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാനും നിനക്ക് സാധിക്കുമെങ്കിൽ നിക്കാഹിനെ പറ്റി ആലോചിച്ചോ. നിനക്ക് അല്ലാഹു അതിൽ ബറക്കത്ത് തരും. നിന്റെ ദീനിന്റെ 2/3 ഭാഗം അല്ലാഹു പൂർത്തിയാക്കി തരും. ഒരു ഭാഗം പിന്നെ നീ ശ്രദ്ധിച്ചാൽ മതി. 2 ഭാഗം പൂർത്തിയാണ്. മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റജ സുലുസൈ ദീനിഹി. ആദ്യത്തെ പരിഹാരം ഇതാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അദ്ദുന്യാ മതാ വഖൈറു മതാഇഹാ അൽമർഅതു സ്വാലിഹ. നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലിയ സമ്പാദ്യം അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു പെണ്ണാണ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ഭാര്യയാണ്. അല്ലാഹു നമ്മുടെ കുടുംബിനികളെയൊക്കെ സ്വാലിഹത്തുകളായി നല്ലവരാക്കി അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ സഹോദരിമാരുടെ ഭർത്താക്കന്മാരെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി കൊടുക്കട്ടെ, നല്ലവരാക്കി കൊടുക്കട്ടെ. അല്ലാഹു നല്ലവരാക്കി കൊടുക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുടുംബ ജീവിതം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ഭാര്യമാരുണ്ട് നബിതങ്ങൾക്ക്. ആ ഭാര്യമാരുടെ കൂടെ നബിതങ്ങൾ കഴിഞ്ഞ ജീവിതം വളരെ മനോഹരമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങളുടെ ഭാര്യമാർ അവര് ആർഭാടങ്ങൾ അനുഭവിച്ചവരല്ല. വീടിന്റെ വലിയ വലിയ സൗകര്യങ്ങൾ മണിമാളികകൾ ഉണ്ടായവരല്ല. മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു ബൈത്തുൻ നുബുവയിൽ വളർന്നു വന്ന മഹാനാണ്. മദീനയിൽ ഹസനുൽ ബസ്വരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുന്നേറ്റിരുന്നപ്പോ, ചെറിയ കുട്ടിയായിരുന്നപ്പോ എന്റെ കൈകൊണ്ട് തൊടുമ്പോൾ ഹബീബിന്റെ വീടിന്റെ മേൽക്കൂര എനിക്ക് തൊടാൻ പറ്റുമായിരുന്നു. ആ വീടിന്റെ ഉള്ളിലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളർന്നത്. അവിടെയാണ് സുഫിയ ബിൻതു ഹുയൈ ഇബ്നു അഖ്തബ് എന്ന് പറയുന്ന പ്രമുഖനായ ഒരു ഗോത്ര നേതാവിന്റെ തറവാടിത്തമുള്ള മകൾ സുഫിയ റളിയല്ലാഹു അൻഹ, സുഫിയ ബിൻതു ഹുയൈ അവരെ വളർന്നത് ആ ഒരു കൊച്ചു വീട്ടിലാണ്. അവിടെയാണ് സൈനബ് റളിയല്ലാഹു അൻഹ വളർന്നത്, സൈനബ് ബിൻതു ജഹ്ഷ്. അവിടെയാണ് സൈനബ് റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ഭാര്യ. അവിടെയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അവരൊക്കെ വളർന്നത് സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടല്ല, പക്ഷേ അല്ലാഹു ഇവിടെ സന്തോഷം നൽകി. അല്ലാഹു അവർക്ക് റാഹത്ത് കൊടുത്തു. കാരണം എന്തെന്നറിയോ? പെണ്ണുങ്ങളെ പോലെ, നമ്മുടെ സഹോദരിമാരെ പോലെ ഭർത്താക്കന്മാരോട് കഴിയാത്തത് അവർ ചോദിച്ചിട്ടില്ല. അവർക്കതുണ്ടല്ലോ, നമുക്കിതില്ലല്ലോ. അവരുടെ വീട് അത്ര വലുപ്പുണ്ട്, നമ്മുടെ അത്ര സൗകര്യമില്ലല്ലോ. ഇത് പറഞ്ഞവരല്ല അവര്. നബിയേ, ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه.
മറ്റുള്ളവർക്ക് അല്ലാഹു നൽകുന്നത് നിങ്ങൾ നോക്കിക്കാണണ്ട. അവർക്ക് അത്രയുണ്ടല്ലോ, എനിക്കിതില്ലല്ലോ, അവർക്കതുണ്ട്, എനിക്കതില്ലല്ലോ. ഈ കുറ്റം കുറവും പറയല്ലേ, അല്ലാഹുവിന്റെ ആജ്ഞയാണ്. എന്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്നു ഖസംനാ ബൈനഹും, നാം അവർക്ക് ഓഹരി വെച്ചു കൊടുത്തിട്ടുണ്ട്. സൂറത്ത് സുഖ്റഫ്. എന്ത്? മഈശതഹും, ഓരോരുത്തർക്കും ഇവിടെ ജീവിക്കാൻ ആവശ്യമായത് അല്ലാഹു ഓഹരി വെച്ച് തന്നിട്ടുണ്ട്. ഒരുത്തന്റെ വീട്, അവന്റെ വാഹനം, അവന്റെ സൗകര്യം, ഇതില്ലാത്തവരില്ലേ? ഉള്ളതിൽ ഏറ്റ വ്യത്യാസങ്ങളില്ലേ? അല്ലാഹു തആല അല്ലാഹു കൊടുത്തിരിക്കുന്നതാണ്. നമുക്ക് അസൂയ വെക്കണ്ട, അവരിലേക്ക് കണ്ണുയർത്തി നോക്കി കൊതിയോടുകൂടെ നോക്കണ്ട, ദുരാഗ്രഹത്തോടുകൂടെ നോക്കണ്ട. അല്ലാഹു നിങ്ങൾക്ക് ഓഹരി വെച്ച് തന്നിട്ടുണ്ട്. മഈശതഹും, നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാം ഓരോന്നും. അതിന്റെ ശേഷം അല്ലാഹു പറഞ്ഞെന്താണെന്നറിയോ? വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്, നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാളും അല്ലാഹു സ്ഥാനം കൊടുത്തിട്ടുണ്ട്, ചില ഉയർച്ച കൊടുത്തിട്ടുണ്ട്. അവന്റെ അത്ര നിങ്ങൾക്കില്ല, നിങ്ങളുടെ അത്ര മറ്റൊരാൾക്കില്ല. നിങ്ങൾക്കിടയിൽ വ്യത്യാസം വെച്ചതും അല്ലാഹു തന്നെയാണ്. അതുകൊണ്ട് മത്സരിക്കാൻ നടക്കണ്ട. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും, ഓരോരുത്തർക്കും ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഓഹരി വെച്ച് തന്നത് അല്ലാഹുവാണ്. ആ ഓഹരിയിൽ ഏറ്റ വ്യത്യാസം വരുത്തിയതും അല്ലാഹുവാണ്. വാടക വീടുള്ളവനുണ്ട്, 5 സെന്റ് ഭൂമി ഇല്ലാത്തവനുണ്ട്, വാടക വീട്ടിന് വാടക കൊടുക്കാൻ പറ്റാത്തവനുണ്ട്, മണിമാളിക ഉള്ളവനുണ്ട്, ഏക്കർ കണക്കിൽ ഭൂമിയിൽ ഒരു വീട് വെക്കുന്നവരുണ്ട്, 2 സെന്റിൽ ഭൂമി വെച്ചവനുണ്ട്, 4 സെന്റിൽ ഭൂമിയുള്ളവനുണ്ട്. ഇങ്ങനെയൊക്കെ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയതും അല്ലാഹുവാണ്. അല്ലാഹു ചെയ്ത പണിയാണത്. നിങ്ങളതിൽ അസൂയയോടുകൂടെ നോക്കല്ലേ. നിങ്ങൾക്ക് ലഭിച്ചതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ട്, നിങ്ങൾക്ക് തരാത്തതിനെ കുറിച്ച് ചോദ്യമില്ലല്ലോ. അതുകൊണ്ട് അവൾക്ക് അത്രയുണ്ട്, ഇവൾക്ക് ഇത്രയുണ്ട്, ഇതൊന്നും പറയല്ലേ, ബുദ്ധിമുട്ടാക്കല്ലിൻ. എനിക്ക് നരകം അല്ലാഹു കാണിച്ചു തന്നു എന്ന റസൂലുള്ളാഹ്. ഫറഅയ്തു അക്സറ അഹ്ലിഹ നിസാഅ, ഞാൻ അവിടെ കണ്ടത് ഒരുപാട് പെണ്ണുങ്ങളെയാണ്. അവർ ചോദിച്ചു, നബിയേ, ഞങ്ങൾ അവിടെ കൂടുതലാവാൻ കാരണം എന്താണ്? എന്തേ ഞങ്ങൾ കൂടാൻ കാരണം? 2 കാരണങ്ങൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീർ, നിങ്ങൾ ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നവരല്ലോ. പെണ്ണുങ്ങൾ ശപിക്കുന്ന വാക്കുകൾ പറയും, ശാപത്തിന്റെ വാക്കുകൾ പറയും, ലക്ഷണം കെട്ടത്, കുരുത്തം കെട്ടത് എന്നൊക്കെ ധാരാളം പറയുന്നവര് പെണ്ണുങ്ങളാണ്. ഇവിടുത്തെ തിരുനാവായിലെ പെണ്ണുങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലേ. നബി ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു അസുഖം പെണ്ണുങ്ങൾക്കുണ്ട്. തുക്സിർനൽ ലഅന, ശാപം വർദ്ധിപ്പിക്കുന്നവരാണ് നിങ്ങൾ. അത് കാരണം നരകത്തിൽ നിങ്ങൾ കൂടുതലാവുന്നുണ്ട്. 2ാമത്തെ കാരണം വതക്ഫുർനൽ അശീർ, നിങ്ങളുടെ കുടുംബനാഥനെ, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ ഭർത്താവിനോട് നന്ദികേട് ചെയ്യുന്നവരാണ് നിങ്ങൾ. അവർ ചോദിച്ചു, നബിയേ, എന്ത് നന്ദികേടാണ് ഞങ്ങൾ ഭർത്താക്കന്മാരോട് ചെയ്യാറുള്ളത്? തങ്ങൾ പറഞ്ഞു കൊടുത്തു, കാലം മുഴുവനും നന്മയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ ആവശ്യങ്ങളല്ലാതെ മറ്റൊന്നും നിർവഹിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാം വാങ്ങിച്ചു തന്നു, നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ വന്നാൽ നിങ്ങൾ പറയാറില്ലേ, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, യാതൊരു നന്മയും നിങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. ഭർത്താവ് ചെയ്തു വെച്ച എല്ലാ നന്മകളും നിങ്ങൾ മറന്നുപോയിട്ട് ഒരു നേരത്ത് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, യാതൊരു നന്മയും നിങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് സ്വന്തം ഭർത്താവിനോട് കഴിഞ്ഞ കാലത്ത് ചെയ്ത സർവ്വ നന്മകളും മറന്നുപോയി നിങ്ങൾ പറയാറില്ലേ? അപ്പൊ നിങ്ങൾ പറയാറുണ്ട് അങ്ങനെ? ഒരു പെരുന്നാൾക്ക് സാരി വാങ്ങിച്ചില്ലെങ്കിൽ, വറുത്ത വാങ്ങിച്ചു കൊടുത്തില്ല, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ എനിക്ക് വാങ്ങിച്ചു തരൂല. എത്രയോ കാലം വാങ്ങിച്ചു കൊടുത്തതൊക്കെ മറന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാരായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുമ്പോ, ജീവിതം എന്നത് സീരിയലല്ല, സിനിമയല്ലല്ലോ. ജീവിതത്തിൽ ഒരുപാട് ഇല്ലായ്മകളും വല്ലായ്മകളും എല്ലാം സഹിക്കേണ്ടി വരും. ഉള്ളപ്പോ ഉള്ളതുപോലെ, ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ.
അങ്ങനെയൊക്കെ ജീവിക്കാൻ സന്നദ്ധയാണ് എന്ന് വാക്കുകൊടുക്കുന്നതാണ് നിക്കാഹ്. എന്നിട്ട് ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, ഒരുപാട് കാലം അധ്വാനിച്ചുണ്ടാക്കിയത്, അവൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന എത്രയോ പ്രവാസികളായ സുഹൃത്തുക്കള് എത്രയോ കാലം ഗൾഫിൽ ജോലി ചെയ്ത് ഒരുപാട് അധ്വാനത്തിന്റെ ഫലം വീട്ടിലേക്ക് നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് എല്ലാം അവർക്ക് ആവശ്യങ്ങൾക്കൊത്ത് അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഇഷ്ടം പോലെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചവരെ വളർത്തിക്കൊണ്ടുവരുമ്പോ വീട്ടിലേക്ക് പത്രം കൊണ്ടുവരുന്ന പയ്യൻ, സ്ഥിരമായി മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷക്കാരനോ വണ്ടിക്കാരനോ ബസ് ഡ്രൈവറോ ക്ലീനറോ അല്ലേ, വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വിൽക്കാൻ വരുന്നവരെ, ലൈഫ് ഇൻഷുറൻസിന്റെ പേരും പറഞ്ഞ് വീട്ടിൽ കയറി വരുന്നവരെ, ഉണ്ടിപ്പണം കൊടുക്കാനാണെന്ന് പറഞ്ഞ് റൂമിന്റെ മൂലയിൽ കയറിയിരിക്കുന്ന കള്ളന്മാർ, ഇവരോടൊക്കെ പഞ്ചാര വാക്ക് പറഞ്ഞ് ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞ് ഇങ്ങനെ ഒരു നേരത്തെ ഒരു ദിവസത്തെ പരിചയപ്പെടലിന്റെ ഫലമായി ഒരുപാട് 100 കണക്കിന് നന്മകൾ ചെയ്ത ഭർത്താവിനെ ഇട്ടേ ചോടിപ്പോകുന്ന സഹോദരിമാരെ, ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്കല്ലേ ഇവിടെ പുലരുന്നത്? എന്തിനെ ചാടിപ്പോയത്, എന്തിനെ നീ ഈ ഗുരുതക്കേട് ചെയ്തത് എന്ന് ചോദിച്ചാൽ കോടതിയുടെ മുമ്പിൽ വന്നിട്ട്, മാതാപിതാക്കളുടെ മുമ്പിൽ, ഭർത്താവിന്റെ മുമ്പിൽ അവൾ ഓടിപ്പോയ ചെറുക്കന്റെ കൂടെ വന്ന് ജഡ്ജിയുടെ മുമ്പിൽ വെച്ചിട്ട് പറയാൻ, ഇയാളുടെ കൂടെ ജീവിക്കുമ്പോൾ റാഹത്തും ഒരു സന്തോഷവും ഇയാൾ പറയുന്ന തമാശ എനിക്ക് ഇഷ്ടമാണ്. ആരെ പറഞ്ഞെന്നറിയോ? 19-20 വയസ്സുള്ള പെൺകുട്ടികൾ, കല്യാണം കഴിയാത്ത കുട്ടികൾ വരെ പറഞ്ഞു, എന്ത്, ഇയാളുടെ തമാശ എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പോവാണ്. ആരുടെ കൂടെ? കണ്ട ജാതിക്കാരന്റെ കൂടെ. ആരോടായി പറഞ്ഞത്? സ്വന്തം ഉമ്മയോട് വാപ്പയോട്. കയ്യിലെടുത്ത് മാസങ്ങളോളം നടക്കാൻ പറ്റാത്ത ഈ കുഞ്ഞിനെ തോളിൽ വെച്ചിട്ട് ഉറങ്ങാൻ കഴിയാതെ ഉമ്മ തോളിൽ വെച്ച് നേരം പുലരുന്നവരെ താരാട്ട് പാടിക്കൊടുത്ത കുഞ്ഞാണിത് അല്ലേ? എത്രയോ കഷ്ടപ്പെട്ട് വളർത്തിയ കുഞ്ഞ്, ഒരുപാട് ഉമ്മകൾ കൊടുത്ത് വളർത്തിയ ഉമ്മയും അപ്പയും, മദ്രസയിലാകുന്നവരെ, സ്കൂളിലേക്കാക്കുന്നവരെ ഒരുപാട് താലോലിച്ച് കളിപ്പിച്ച് അതിന്റെ ശേഷവും വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഒരുപാട് ഉമ്മ വെച്ച് ഒരുപാട് ചിരിയും തമാശയും ഒക്കെ കിട്ടിയിട്ട് അവസാനം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ഒരു ചിരിയിൽ, ഒരു ടെക്സ്റ്റ് മെസ്സേജിൽ, ഒരു വോയിസ് മെസ്സേജിൽ, ഒരു വീഡിയോ മെസ്സേജിൽ ഒക്കെ പെട്ടുപോയിട്ട് അവൾ പറയാണ്, എനിക്ക് ഇതിഷ്ടമായി. മോളെ, നിനക്ക് വേണ്ടി 18 കൊല്ലം കഷ്ടപ്പെട്ട ഉമ്മയെ നീ മറന്നുവോ? 20 വയസ്സ് നിനക്കാകുന്നവരെ നിനക്ക് സന്തോഷം മാത്രം തന്ന വാപ്പയെ നീ മറന്നുപോയില്ലേ? നിന്റെ മുമ്പിൽ അങ്ങാടിയിലോ ബസ് സ്റ്റാൻഡിലോ നീ പഠിച്ച കോളേജിലോ നിന്റെ ക്ലാസ് റൂമിലോ പ്രത്യക്ഷപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് നീ ഇറങ്ങി ഓടുമ്പോ നീ എന്താ ഇവിടെ ചെയ്തത്? നിന്നോട് ഒരു നേരം ചിരിച്ചവനോട് 1 മാസം ചിരിച്ചു എന്ന് സങ്കല്പിക്കുക, 1 വർഷമെന്ന് സങ്കല്പിക്കുക. നീ ഈ പ്രായമെത്തുന്നവരെ നിന്നെ സന്തോഷം നൽകി നിന്നെ വളർത്തിയ മാതാപിതാക്കളെ മറന്നുപോയില്ലേ? എന്റെ ഉമ്മയും വാപ്പയും എനിക്ക് ഒരു നന്മയും ചെയ്തു തന്നില്ല എന്ന് പറയുന്നതിന് തുല്യമല്ലേ കണ്ടവന്റെ കൂടെ ഇറങ്ങി ഓടുന്നത്? പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യല്ലേ, ബുദ്ധിമോശം ചെയ്യല്ലേ. ശരീരത്തിന്റെ വികാരമൊക്കെ അടങ്ങും, ശരീരത്തിന്റെ ആരോഗ്യം തീർന്നാൽ ഇതൊന്നും വേണ്ട. ഒരു നേരം ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും മാരകമായ ഒരു രോഗത്തിന്റെ, ക്യാൻസറിന്റെയോ ട്യൂമറിന്റെയോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറോ എന്തെങ്കിലും മാരക രോഗം ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ, ആണോ പെണ്ണോ, ചെറുപ്പക്കാരി, നിന്റെ ആവേശം തീരും. നീ പിന്നെ മരണത്തിലേക്കാണ് എടുക്കുന്നത്. നിന്റെ ജീവിതത്തിന്റെ സന്തോഷം അവസാനിച്ചുവോ? നൈമിഷികമായ ഒരു സുഖത്തിന് വേണ്ടി ലാ ഖൈറ ഫീ ലദത്തിൻ മിൻ ബഅദിഹാ അന്നാറു തഫ്നൽ ലദാദതു ممن نال صفوتها من الحرام ويبقى العار والألم. മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ പറയുമായിരുന്നു, സുഖങ്ങളൊക്കെ തീരും, അനുഭവിച്ചു പോയ സുഖങ്ങളൊക്കെ മതിമറന്നു പോകും, അതൊന്നും പിന്നെ ഓർമ്മ വരില്ല. ചെയ്തു പോയ തെറ്റ് അള്ളാഹു മറക്കുകയില്ല, നമ്മൾ മറന്നാലും. ചെയ്തു പോയ തെറ്റ് അള്ളാഹു മറന്നു പോകില്ല, നമ്മൾ മറന്നാലും. കിറാമൻ കാതിബീൻ, മാന്യന്മാരായ അള്ളാഹുവിന്റെ മലക്കുകൾ എഴുതി വെക്കുന്ന, അള്ളാഹുവിന്റെ സ്ക്രൈബ്സ്, അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം എഴുതുന്ന മലക്കുകൾ മറന്നു പോകില്ലേ? അവര് മറന്നു പോവില്ല. ലാ ഖൈറ ഫീ ലദ്ദത്തിൻ മിൻ ബഅദിഹാ അന്നാർ
നാറു. ഏതൊരു സുഖത്തിന്റെയും ശേഷം പിന്നെ നരകമാണെങ്കിൽ എന്തിനാണ് ആ സുഖം, എന്തിനാണ് ആനന്ദം? അതിന്റെ പിറകെ വരുന്നത് നരകമാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് വിഷയം ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ശാപത്തിന്റെ വാക്കുകൾ പറയല്ലേ, ശപിക്കുന്ന വാക്കുകൾ പറയരുത്. മറ്റൊന്ന്, നന്ദികേട് ചെയ്യുന്ന വാക്കുകൾ പറയരുത്. നിങ്ങളെന്ന് ഒരു നന്മയും ഞാൻ കണ്ടിട്ടില്ല, ഒരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് 100 കണക്കിന് സന്തോഷങ്ങൾ തന്നത് മറന്നുപോയി മറച്ചു പിടിച്ചുകൊണ്ട് പറയല്ലേ. അതിന്റെ പേരിൽ റഅയ്തു അക്തറ അഹ്ലിഹൻ നിസാ, അല്ലാഹുവിന്റെ നരകത്തിൽ ഒരുപാട് കിടക്കുന്നത് പെണ്ണുങ്ങളാണെന്ന് ഞാൻ കണ്ടുവന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നല്ല ഭാര്യയാവണം, നല്ല ഭർത്താവാവണം, നല്ല ഉമ്മയാവണം, നല്ല വാപ്പയാവണം, നല്ല മക്കളാവണം, നല്ല ആങ്ങളയാവണം, നല്ല പെങ്ങളാവണം. ഇതിനുള്ള വഴിയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തന്നത്. എല്ലാം വ്യക്തമായി മനോഹരമായി പഠിപ്പിച്ചു തന്നുവല്ലോ. കുടുംബമേ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. വാപ്പ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ, ഉമ്മ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ, പെങ്ങളെ, ഭാര്യ, ആങ്ങളെ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബث മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. 2 തവണ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹു നമുക്ക് തഖ്വ നൽകട്ടെ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കുട്ടിക്കളിയല്ല, ജീവിതം സീരിയസ് ആണ് എന്ന് കുട്ടികൾക്കൊന്ന് മനസ്സിലാക്കി. ഇത് കളിക്കാൻ വന്ന ലോകമല്ല. അല്ലാഹു വളരെ കൃത്യമായി ലക്ഷ്യത്തോടുകൂടെ പടച്ചുവിട്ടൊരു ലോകമാണ്. അതുകൊണ്ട് നമുക്ക് നന്നാവണം. അതിന്റെ വഴി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിന്റെയും അവിടുത്തെ കുടുംബ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്കൊന്ന് ഒരൽപ്പം എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടിരിക്കണം. സ്റ്റേജിലുള്ളവരൊന്നും എഴുന്നേൽക്കണ്ട. ഇപ്പൊ ഏകദേശം 40 മിനിറ്റായി അല്ലേ? 40 മിനിറ്റായോ? അരമണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആവണമെന്നാണ്. പിന്നെ എഴുന്നേൽക്കുന്ന മുമ്പ് ഇതിൽ 2 സൗകര്യങ്ങളുണ്ട്. ഒന്ന്, മൂത്രമൊഴിക്കാൻ പോകാനൊക്കെ ഉണ്ടെങ്കിൽ പോകാം. മുങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൽക്ക് മുങ്ങും ചെയ്യാം. എല്ലാവരും എഴുന്നേൽക്കും. അപ്പോ ആർക്കും വിഷമല്ലാതെ പോണ്ടവർക്കൊക്കെ പോകാനുള്ള സൗകര്യം കൂടിയാണ്. പല തിരക്കുള്ളവരൊക്കെ ഉണ്ടാവൂലേ, ഇതൊന്നും വിഷമല്ല. നിങ്ങൾ എല്ലാവരും പോയാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ മനസ്സിലായി. നല്ല മൈക്കാണ്. ഇവിടെ ജിന്നുകളും മലക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ഞാൻ ഓർക്കും വേണ്ടി പറഞ്ഞുകൊണ്ട്. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. അപ്പൊ തിരക്കുണ്ടായിട്ട് ഇടങ്ങാറായിട്ട് നിൽക്കും വേണ്ട. എന്തെങ്കിലുമൊക്കെ ആവശ്യം കണ്ട് നീങ്ങാനും പറ്റും. അപ്പോ 2 സ്വലാത്ത് ചൊല്ല. കാരണം കുറച്ച് നീളം പോകാനുള്ളതുകൊണ്ട് എന്ത് ചെയ്യാ, ഒന്ന് നടന്ന് നീങ്ങാനുള്ള സൗകര്യം കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യാ, ഒന്നിരിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെ സുഹൃത്തുക്കൾ യൂട്യൂബിൽ ലൈവായിട്ട് ഈ പരിപാടി വെള്ളി വെളിച്ചം യൂട്യൂബ് ചാനലിൽ ഇത് പോകുന്നുണ്ട്. ലൈവായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ വീക്ഷിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കും ഈ സദസ്സിലുള്ള പുണ്യം അള്ളാഹു അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അമീൻ. ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞൊന്ന് ഫ്രഷ് ആയിക്കോളെ. കുറെ നേരം അങ്ങ് ഇരിക്കാൻ തുടങ്ങിയിട്ട് അടുത്തുള്ളവന്റെ കണ്ണിലൊന്നും കുത്തരുതേ. കയ്യൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട്. നമ്മുടെ തേൻകുപ്പി ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഒന്ന് കൈപ്പറ്റിക്കോളി. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകള് ദുആ ചെയ്ത് മന്ത്രിച്ചൂതിയതാണ്. അല്ലാഹു തആല നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ തരട്ടെ. ഒന്ന് ഞാൻ എടുത്തു. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു തുടക്കം ഉദ്ഘാടനം കഴിക്കുന്നാല് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു ബർക്കത്ത്. അപ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കഴിയുന്നത് കൊടുത്തിട്ട് വാങ്ങിക്കോളി. ഇത്രയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇടങ്ങേറുണ്ടോ? റബ്ബ് എന്റെ അടുത്ത് അത്ര ഇല്ലല്ലോ. 500 രൂപ പഠിച്ചവനാകെ 100 എന്റെ കയ്യിലുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള ഒരു നല്ലൊരു സംഖ്യ നിയത്ത് ചെയ്ത് കൊടുത്തേക്ക് ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ അസുഖങ്ങൾക്ക് ശിഫ നൽകട്ടെ. അമീൻ. നിങ്ങൾക്ക് വെള്ളം കിട്ടിയോ കുടിക്കാനല്ലേ?
എല്ലാവർക്കും കിട്ടിയോ? നിങ്ങൾ ചൊല്ലിയപ്പോ കുടിച്ചപ്പോ വിസ്മയില്ലയോ? മറന്നോ? വലത്തെ കൈ കൊണ്ട് കുടിച്ചോ? ഓരോരോ ഇറക്കായിട്ടല്ലേ കുടിച്ചത്? ഇരുന്നിട്ടാണ് കുടിച്ചത്. കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ? 5 കൂലി കിട്ടിപ്പോ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. فساغ لي الشراب وكنت قبل أكاد أغص بالماء الفرات. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ അല്ലാഹു ഖബൂലാകട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ സംഘാടകരങ്ങടുത്ത് കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. അപ്പോ നിങ്ങൾ അവരിന്നത് സ്വീകരിച്ചു വാങ്ങിയേക്ക് നമ്മുടെ സദസ്സിലേക്ക് പോയിക്കോട്ടെ. അള്ളാഹു തആല ഖബൂലാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഓരോരോ ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് മൂത്രമൊഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ 10:50 ഉണ്ടാവുക. സമയം കണ്ടു വെച്ചോളി ഇൻഷാ അല്ലാഹ്. ഇടക്ക് ബഹുമാനപ്പെട്ട അബൂജി വാങ്ങിക്കണ്ട. മാഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. വലിയൊരു സംഖ്യ തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. ബിസ്മില്ലാ. അല്ലാഹു ഖബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മനോഹരമായ കുടുംബ ജീവിതം പറഞ്ഞു തന്നിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, വലിയ സൗകര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല അന്ന്. സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും കാണാം, ഇന്നാ കുന്നാ ലനൻദുറു ഇലൽ ഹിലാലി സുമ്മൽ ഹിലാലി തലാസതി അഹില്ലത്തിൻ ഫീ ഷഹ്റൈൻ. 2 ചന്ദ്രക്കല ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കും. 1 മാസം കഴിഞ്ഞു, അടുത്ത മാസം കഴിഞ്ഞു, തുടർച്ചയായ 2 മാസങ്ങൾ ഞങ്ങളിങ്ങനെ കാത്തിരിക്കും. വമാ ഔഖത്തു ഫീ വമാ ഊഖിദ ഫീ അബിയാതി റസൂലില്ലാഹി നാർ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഒരു തീ പോലും പൊന്തിയിട്ടില്ല, അടുപ്പിൽ തീ ഉയർന്നിട്ടില്ല. 2 മാസം കഴിഞ്ഞപ്പോ 2 മാസം തുടർച്ചയായി മാസക്കല കാണുന്നത് ഞങ്ങളിങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഹബീബിന്റെ വീട്ടിൽ തീ ഉയർന്നിട്ടില്ല, പുകയുയർന്നിട്ടില്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാതെ സഹോദരി അസ്മാ ബീവിയുടെ പൊന്നുമോൻ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അവര് ചോദിച്ചു, ആയിഷ ബീവി, തീ ഉയർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മാംസം വേവിക്കാതെ നിങ്ങൾ തിന്നലായിരുന്നോ? അതല്ല ഗോതമ്പൊക്കെ വേവിക്കാതെ തിന്നോ? വേവിക്കാൻ മാംസം ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല, വേവിച്ചു തിന്നാൻ ഗോതമ്പ് ഞങ്ങൾക്ക് 2 മാസമായി കിട്ടിയിരുന്നില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ ജീവിച്ചത്? ആ കറുത്ത 2 സാധനങ്ങളാ ഉണ്ടായിരുന്നത്. കറുത്ത 2 സാധനങ്ങൾ, ഒന്ന് കാരക്ക, മറ്റൊന്ന് കുടിവെള്ളം. വെള്ളം ഒന്ന് തഗ്ലീബ് കൊണ്ട് പറഞ്ഞതാണ്. 2 ഒന്നുണ്ടെങ്കിൽ തന്നെ 2 ഉമറാനി എന്ന് പറയും. സിദ്ദീഖിനെവരെയും ഉമർ തങ്ങളെയും 2 ഉമർ, ഒരു ഉമറേ ഉള്ളൂ അതില് എന്ന പോലെ 2 കറുത്തത്, ഒന്നേ കറുത്തതുള്ളൂ, അങ്ങനെയാവാം. അല്ലെങ്കിൽ വെള്ളം സൂക്ഷിച്ചു വെക്കുന്ന കണ്ടെയ്നർ, തോൽപാത്രത്തിന്റെ ഉള്ള് കറുപ്പാണ്. അതുകൊണ്ടാണ് വെള്ളത്തിന് കറുപ്പ് എന്ന് പറയാൻ കാരണം. നമ്മളിപ്പോ വെള്ളത്തിന് നിറം എന്താന്ന് പറഞ്ഞാൽ എന്താ? ചിലർ വെള്ള എന്ന് പറയും, വെള്ളമല്ല. നീല എന്ന് പറയും, നീലയല്ല. അല്ലെ, പച്ച എന്ന് പറയും, കുളത്ത് കെട്ടി നിൽക്കുന്ന വെള്ളമാണെങ്കിൽ. എന്ന പോലെ അന്നത്തെ വെള്ളം സൂക്ഷിക്കുന്ന പാത്രത്തിലേക്ക് നോക്കിയാൽ കറുപ്പ കാണുക. അതുകൊണ്ട് അതിന് കറുത്തത് അസ്വദ് എന്ന് പറയാറുണ്ട്. ഈ കറുത്ത 2 സാധനമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ലെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ഇറച്ചി കഴിക്കാൻ കിട്ടിയിട്ടില്ല. നമ്മൾ ഡെയിലി ഇറച്ചി കഴിക്കുന്നുണ്ട് ഇപ്പൊ നാട്ടില്. റമളാനില് സജീവാവും അല്ലെ, നോമ്പ് തുറക്കുമ്പോഴും അത്താഴത്തിനും ആവും. അല്ലെങ്കിൽ ഡെയിലി ഒന്നും ഉണ്ടാവില്ല. വെള്ളിയാഴ്ച, ഞായറാഴ്ച, ശനിയാഴ്ച, എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ ഉണ്ടാവും ഒരു ആഴ്ചയിൽ. റമളാനാകുമ്പോൾ നമ്മൾ ഒരുപാട് തിന്നുണ്ടല്ലേ കുറച്ചോനെ. അതിനെപ്പറ്റി വേറെ പറയേണ്ടതാണ്. തിന്നാതെ ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ പറഞ്ഞ മാസമാണ്. നമുക്ക് ചെലവ് കൂടുതലാന്ന് അല്ലെ. 30 ദിവസം നോമ്പ് വെക്കുമ്പോ 10 കിലോ കൂടുതൽ. എന്താപ്പാ നോമ്പിന്റെ ഒക്കെ ഹാല്? സുബ്ഹാനല്ലാഹ്. അപ്പോ ഭക്ഷണമൊക്കെ ഒന്ന് കുറയ്ക്കേ.
കണ്ണൂരുകാരൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ പരിപാടിക്ക്. കണ്ണൂരാണ് ഇപ്പൊ വല്ലാതെ ഭക്ഷണം വിളമ്പുന്ന സ്ഥലം. ഇന്നിപ്പോ ഈ ഭാഗത്തൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മളെ തിരൂരിന്റെ വക്കൊക്കെ അല്ലേ. അപ്പൊ എന്തായാലും ഉണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. വല്ലാണ്ട് ഭക്ഷണം ഉണ്ടാക്കണ്ട, ഭക്ഷണം കുറക്കാൻ വേണ്ടി പറഞ്ഞ മാസാണത്. അപ്പോ ഇൻഷാ അല്ലാഹ് അവരൊക്കെ ജീവിച്ച ആ ഒരു ത്യാഗമൊക്കെ ആലോചിച്ച നമുക്കൊന്നും ഒരു വിഷമമില്ലല്ലോ, ഒന്നുമില്ല. ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ചില കാലഘട്ടം വന്നുപോയിട്ടുണ്ട്. തങ്ങൾ ജാഹിദായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇസ്ലാമിന് പൈസ കിട്ടിയിട്ടുണ്ട്, പക്ഷെ തങ്ങൾ എടുത്തിട്ടില്ല. അതാണ് അത്ഭുതം. തങ്ങൾ എടുത്തിട്ടില്ല, തങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചതാ. ആയിഷ ബീവി അങ്ങനെ തന്നെ 60,000 ദീനാർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവിയുടെ മുമ്പിലേക്ക് ഇബ്നു സുബൈർ തങ്ങൾ കൊടുത്തയച്ചപ്പോ, അന്ന് നോമ്പുകാരിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നോമ്പ് തുറക്കുന്നതിന്റെ മുമ്പ് 60,000 ദീനാർ സ്വർണ്ണ നാണയെ കൊടുത്തങ്ങോട്ട് തീർത്തു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നോമ്പ് തുറക്കാൻ കുറച്ച് ഇറച്ചി വാങ്ങാൻ മറന്നുപോയി. അങ്ങനെയാണ്. അപ്പൊ ഭക്ഷണം കഴിക്കാൻ നേരത്ത്, നോമ്പ് തുറക്കാൻ നേരത്ത് ഖാദിമത്ത് വന്ന് ഭക്ഷണം കൊണ്ടുവന്നപ്പോ ഖാദിമത്ത് ചോദിച്ചു, ആയിഷ ബീവി, നമുക്ക് ഒരു പൊതി ഇറച്ചി വാങ്ങാൻ 1 ദീനാറിന്റെ അരയെങ്കിലും മതി, ഒന്ന് ബാക്കി വെച്ച് 60,000 നിങ്ങൾ കൊടുത്തു തീർത്തല്ലോ ഒരൊറ്റ ദിവസം കൊണ്ട്. അന്നത്തെ ഖലീഫ കൊടുത്തയച്ച, അന്നത്തെ വാലി ഭരണാധികാരി കൊടുത്തയച്ചതാ. മുഴുവൻ സ്വതക്ക ചെയ്തു ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി പറഞ്ഞു, ആയിഷ ബീവിയോട് പറയാ, ബീവി നിങ്ങൾ നോമ്പുകാരിയല്ലേ, നോമ്പ് തുറക്കാൻ നേരത്തെ എന്തെങ്കിലും വേണ്ടേ? ആയിഷ ബീവി പറഞ്ഞു, നിങ്ങൾ എന്തെന്നെ ഓർമ്മിപ്പിക്കാഞ്ഞത്, എനിക്കത് ഓർമ്മ ഉണ്ടായില്ല. ആയിഷ റളിയല്ലാഹു അൻഹ എന്താ ചെയ്യുക? ഇതിനാണ് സുഹദ് എന്ന് പറയാൻ, ഉണ്ടായിട്ട് എടുക്കാതിരിക്കാൻ. ഹുനൈൻ യുദ്ധം കഴിഞ്ഞിരിക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ഒരുപാട് സമ്പത്ത് വന്ന യുദ്ധമാണ് ഹുനൈൻ. മക്ക ഫതഹിന്റെ ശേഷം നടന്ന യുദ്ധമാണത്. നബി തങ്ങൾക്ക് കിട്ടിയ ആടുകളുടെ മാത്രം എണ്ണം 60,000. 60,000 ആടുകള്, 30,000 പകരം പശുക്കള്, 20,000 ഒട്ടകങ്ങൾ ഗനീമത്ത് കിട്ടിയ യുദ്ധമാണ് ഹുനൈൻ. എത്ര? 60,000 ആട്, 30,000 പശുക്കള് മിനൽ ബഖർ, പിന്നെ വഅക്സറു മിൻ 20,000 മിനൽ ഇബിൽ, ഒട്ടകം 20,000 ഇത്രയും കിട്ടി. നബി തങ്ങൾ എടുത്തിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല. ആ സമ്പത്ത് മുഴുവനും 60,000 ആടുകളും 30,000 പശുക്കളും 20,000 ഒട്ടകങ്ങളും 2 മലയുടെ ഇടയിൽ ഇങ്ങനെ നിർത്തിയപ്പോ സഫ്വാൻ ഇബ്നു ഉമയ്യ അന്ന് മുസ്ലിമായിട്ടില്ല, മക്കക്കാരനാണ്. ഏതാനും ദിവസങ്ങളായിട്ടേ ഉള്ളൂ മുസ്ലിമായിട്ട്, ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ. സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു മുസ്ലിമായി ഇങ്ങോട്ട് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ സമ്പത്ത് മുഴുവനും കണ്ടപ്പോ, ഈ സമ്പത്തിലേക്ക് നോക്കുന്നത് കണ്ടപ്പോ നബി തങ്ങളോട് വിളിച്ചു, യാ മുഹമ്മദ് നബിയേ. ഞങ്ങൾ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? എന്തോ ഒരു സമ്പത്ത്, എത്രമാത്രം സമ്പത്തുണ്ട് ഇതൊക്കെ. ഇങ്ങനെ ഒരു ആട്ടിൻ പറ്റത്തെ കന്നുകാലികളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഈ ആടുകളും പശുക്കളും കണ്ടിട്ട് സഫ്വാൻ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? ഉണ്ട് നബിയെ, ഉണ്ട്. ഈ സമ്പത്ത് മുഴുവനും നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, എടുത്തോ സഫ്വാൻ ഇബ്നു ഉമയ്യ, വേണ്ടത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ, വേണ്ടത് കൊണ്ടുപോയിക്കോ. തെളിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും തെളിച്ചു കൊണ്ടുപോയി സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല അൻഹു. ഈ സമ്പത്ത് നബി തങ്ങൾ കൊടുത്തത് അവരുടെ ഇസ്ലാം ഉറക്കാൻ കാരണമായി, അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങളാവാൻ കാരണമായി. വിഭായ തങ്ങൾ എങ്ങനെയാണ് വകൈഫ തദൂ ഇല ദുനിയാ ദറൂറതു മൻ, വൃദ്ധയിൽ ഇമാം ബുശീരി തങ്ങൾ പാടിയല്ലോ, വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മലകൾ നബിയോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള, നബിയെ ഞങ്ങൾ സ്വർണമായി മാറിക്കൊള്ളട്ടെയോ? എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു.
وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഹബീബായ നബി ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ലൗലാഹു ലം തുഖ്റജി ദുനിയാ മിനൽ ഇദമി, തങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് തന്നെ അല്ലാഹു ഉണ്ടാക്കുമായിരുന്നില്ലല്ലോ. അങ്ങനത്തെ ഹബീബ് ഈ സമ്പത്തിന്റെ പിന്നാലെ പോകുമോ? അങ്ങനെ ജീവിച്ച ഹബീബിന്റെ വീട്ടിലാണ് വലിയ വലിയ സന്തോഷങ്ങൾ ഉണ്ടായത്. ആ ഹബീബിന്റെ വീടാണ് ബൈത്തുൻ നുബുവ, നുബുവത്തിന്റെ വീട്. അവിടെയാണ് വഹി വരുന്നത്, അവിടെയാണ് സന്തോഷം കളിയാടിയത്. എന്താ ആർഭാടമുണ്ടോ? ഒന്നില്ല, വളരെ സിമ്പിളാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ പോകുന്ന ഒരു സംഭവമുണ്ട് വഴിയെ. വളരെ സിമ്പിളാണ് ഹബീബിന്റെ വീട്. അവിടുത്തെ സംഭവങ്ങൾ, സാഹചര്യങ്ങൾ എല്ലാം വളരെ 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 ലോലമായത്. ഒന്നുമില്ല, സാരമായ ഫർണിച്ചറേ അവിടെ ഉള്ളൂ, ഒന്നുമില്ല. പക്ഷെ അവിടെ സന്തോഷമുണ്ട്. ഖൈറു ബൈത്തിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ വീടുകൾ കണ്ട ഏറ്റവും നല്ല വീട് ഹബീബിന്റെ വീടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവിടുത്തെ കുടുംബത്തോട് എങ്ങനെയാണ് പെരുമാറിയത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന ചെറുപ്പക്കാരിയെ കൂട്ടത്തിലുണ്ട്. സുഫിയ ബിൻത് ഹുയയ് ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹയുണ്ട്. അവരുടെ വാപ്പ ജനങ്ങൾ കണ്ട മുതലാളിമാരിൽപ്പെട്ട ഏറ്റവും വലിയ മുതലാളിയാണ്. നബിയുടെ ശത്രുവായിരുന്നു. അവരുടെ വാപ്പ ഒരു യുദ്ധത്തിൽ മരിച്ചതിന്റെ ശേഷം അവരെ കല്യാണം കഴിച്ചതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് കല്യാണം കഴിച്ച് സഫിയ ബീവിയെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ കയറാൻ നിൽക്കുമ്പോ, ഒട്ടകത്തിന്റെ പുറത്ത് കയറാൻ പറ്റുന്നില്ല സഫിയ ബീവിക്ക്. നിബിധങ്ങൾ താഴെ ഇരുന്നു കൊടുത്തു. ഇവിടെ പറഞ്ഞു, സഫിയ ബീവി കാല് ചവിട്ടിയിട്ട് കയറിക്കുമെന്ന് പറഞ്ഞു. ഒട്ടകപ്പുറത്ത് കയറാൻ സഫിയ ബീവിക്ക് ബഹുമാനം. എങ്ങനെ നബിയുടെ കാലിൽ ചവിട്ടുക? നബിയുടെ ഭാര്യയാണ് സഫിയ ബീവി. നബിയുടെ കാൽമുട്ട് വെച്ചിട്ട് പറ്റിപ്പിടിച്ച് ഒട്ടകപ്പുറത്ത് കയറി നിന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, സഹാബത്തിനോട് ഒരു ഏണി വരട്ടെ, ഒരു കോണി കൊണ്ടുവരൂ, എന്തെങ്കിലും കയറി നിൽക്കാൻ ഒരു സാധനം കൊണ്ടുവരൂ, ചോദിക്കാം. സഹാബത്ത് കൊണ്ടുകൊടുക്കൂലേ? വളരെ സിമ്പിളാ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു പെണ്ണിന് കാറ് നിർത്തിയിട്ട് ഡ്രൈവർ സീറ്റിൽ അവനാന്ന് വിചാരിക്കുക, അപ്പുറത്തെ സൈഡിൽ വന്ന് ഡോറ് തുറന്നു കൊടുത്ത് അവൾക്ക് കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ, നമുക്കറിയാത്ത ഒരാളെന്ന് വിചാരിക്കുക. നമ്മളിപ്പോ ഈ അങ്ങാടിക്ക് എന്താ പറയാ, എടക്കുളം അങ്ങാടിയിൽ ഒരു സ്വിഫ്റ്റ് കാർ വന്ന് നിർത്തിയെന്ന് വിചാരിക്കുക. ഒരു പെണ്ണ് പുറത്തുണ്ട്, അവൻ ഡ്രൈവർ സീറ്റിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് അവൾക്ക് ഡോറ് തുറന്നു കൊടുക്കുകയാണ്. നിങ്ങൾ അപ്പം എന്താ പറയാ? ഇത് മറ്റേതാട്ടോ അല്ലേ? അവന്റെ ഭാര്യയാണെങ്കിലോ അവള് നിബിധങ്ങൾ ഒട്ടകപ്പുറത്ത് കയറാൻ വേണ്ടി ഡോറ് തുറന്നു കൊടുക്കണ പോലെ നമ്മൾ ഇന്ന് ചെയ്യണ പോലത്തെ പണിയാ തങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. കാല് വെച്ചു കൊടുക്ക, സഫിയ എന്റെ കാൽ ചവിട്ടിക്കോളൂ, എന്നിട്ട് കയറിക്കോ. ഭാര്യയോട് ഇതാരും ചെയ്യാറില്ല, അതാണ് വിഷയം. ഈ വേണമെങ്കിൽ വന്നോ, വീഴാണെങ്കിൽ വീണോ. സുബ്ഹാനല്ലാഹ്. കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ ഭയങ്കര റൊമാൻറ്റിക്, കുറെ ടൂർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് പൈസ അടിച്ചു പൊളിച്ച് ഒരു കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും പോവില്ല. പിന്നെ ഓള് കുട്ടീനായിട്ട് നിൽക്കട്ടെ, ഞാൻ പോയിക്കോളാം. ഒരുപാട് സന്തോഷങ്ങൾ നിലനിന്നു പോവേണ്ട കുടുംബങ്ങളാണ്. പക്ഷേ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബത്തിലൊക്കെ വലിയ സന്തോഷങ്ങൾ ഉണ്ടാവും. ഖുർആൻ ദുന്യാവിന്റെ ചിത്രം പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മഞ്ഞയായിട്ട് തോന്നും. ആദ്യം ഭാര്യന്റെ കൂടെ ഇറക്കുമ്പോ എവിടെയെങ്കിലും വല്ല ബീച്ചിലോ അല്ലെങ്കിൽ വല്ല ഗാർഡനിലോ പൂന്തോട്ടത്തിലോ എവിടെയെങ്കിലും നടക്കാൻ കാലെന്ന് ഇടറിയാൽ എന്തെങ്കിലും പറ്റിയോ, ഡോക്ടറെ വിളിക്കണോ, ആംബുലൻസ് വിളിക്കണോ, എന്തോ ഒരു സ്നേഹമായിരിക്കും. കല്യാണം കഴിഞ്ഞ ഉടനെ 2-3 കുട്ടികളൊക്കെ ആയി അവളും കൂടെ ഒക്കെ നടക്കുകയാണ്. നിങ്ങൾ തിരൂരങ്ങാടിക്ക് പോയി, അല്ലെങ്കിൽ തിരൂർ അങ്ങാടിയിലേക്ക് കേട്ടോ, തിരൂരങ്ങാടിക്കല്ല, തിരൂരല്ല അടുത്തുള്ളത്. തിരൂരങ്ങാടി ദൂരല്ലേ? അല്ലെങ്കിൽ തിരുനാവായ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാൻ അവള് നടന്നപ്പോ കാല് കുത്തി വീണു. 2 കുട്ടികളൊക്കെ ഉണ്ടോ കൂടെ. നമ്മളപ്പോ പറയോ, ആ പണ്ട് പറഞ്ഞ വാക്ക് എന്ത് പറ്റിയോ, കാലിന് വല്ലതുണ്ടോ, ഡോക്ടറെ വിളിക്കണോ, എണീറ്റ് പോരിട്ടാ, പുരുഷന്മാര് കാണും. സുബ്ഹാനല്ലാഹ്.
നബിതങ്ങൾ ഭാര്യയ്ക്ക് വേണ്ടി കാല് വെച്ചു കൊടുക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ കയറിക്കോ, സ്വന്തം ഭാര്യയോടും ഇങ്ങനെ പെരുമാറാൻ പറ്റും എന്നാണ്. നമ്മളൊന്നും ഭാര്യമാരോട് മോശമായി പെരുമാറുന്നവരായതുകൊണ്ടല്ല, ഇതിലൊക്കെ സുന്നത്തുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നിന്റെ ഭാര്യയുടെ വായിലേക്ക് തങ്ങൾ ഭാര്യയുടെ വായിലേക്ക് ഒരുള്ള ഭക്ഷണം വെച്ചു കൊടുത്താൽ അതിൽ നിനക്ക് സ്വതക്കയുടെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളത് അബുദാബിയിൽ ചർച്ച ചെയ്തിരുന്നപ്പോ പറഞ്ഞു, നാട്ടിൽ പോയിട്ട് അങ്ങനെ കാട്ടുണ്ടോ ഉമ്മാര്, ഓന്റെ ഒരു പ്രേമെന്ന് പറയും, അല്ലേ, ഓന്റെ പെണ്ണുങ്ങളോടുള്ളൊരു ഗർവ, അല്ലെ, അങ്ങനെയൊക്കെല്ലാം പറയാം നമ്മളെ മലപ്പുറം ഭാഷയില്. പക്ഷെ പെണ്ണുങ്ങളുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം കൊടുത്താൽ സ്വതക്കണ്ട ഉമ്മ. എല്ലാ ഉരുളയും വെച്ചു കൊടുക്കേണ്ട, അത് നിങ്ങൾക്ക് തിന്നാൻ നേരം ഉണ്ടാവില്ല. ഒന്ന് വെച്ചു കൊടുത്തേക്ക് അതിന് കൂലി ഉണ്ടാവും, അതിന് സ്വതക്കയുടെ കൂലി. ആ സ്വതക്ക കിട്ടാത്ത പോലെ എത്ര ഉണ്ടാവും നമ്മൾ കൂട്ടത്തിൽ കല്യാണം കഴിച്ചിരിക്കണോല് ഉമ്മാരും വാപ്പാരൊക്കെ, അല്ലെ, ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ. ഒരു ഉരുള ഭക്ഷണം ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നതിൽ സ്വതക്കയുടെ കൂലിയുണ്ട് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ദാനധർമ്മം ചെയ്ത കൂലിയുണ്ട്. അത്രയും സന്തോഷം നബിതങ്ങളും അവിടുത്തെ കുടുംബജീവിതത്തിൽ നബിതങ്ങൾ പാലിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഫിയ ബീവിക്ക് വേണ്ടി ഇരുന്നു കൊടുത്തു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിലുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവർ പറയുമായിരുന്നു, കുൻതു അശ്റബു മിനൽ ഇനാഇ വഅന ഹായിദുൻ. എനിക്ക് ഹൈദ് ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊരു കപ്പ് വെള്ളം കുടിച്ചാൽ ആ വെള്ളം ഹബീബായ നബിതങ്ങൾക്ക് ഞാൻ കൊടുത്താൽ ആ കപ്പെടുത്ത് നബി കുടിക്കുമ്പോ ഞാൻ അശുദ്ധിയിലുള്ള സമയത്ത്, അശുദ്ധിയായിരിക്കുന്ന സമയത്ത് ഒരു കപ്പ് വെള്ളം കുടിച്ചാൽ ആ കപ്പിന്റെ ബാക്കി നബിതങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുമ്പോ ഞാൻ എവിടെയാണോ വായ വെച്ചത് എന്ന് നോക്കൂ നബിതങ്ങൾ. തങ്ങൾ ചോദിക്കും, യാ ആയിഷ മിൻ ഐന ശരിബിത്തി, ആയിഷ ബീവി നിങ്ങൾ ഏതിലെയാ കുടിച്ചത്, ഈ സൈഡാണോ ഈ സൈഡാണോ? നബിതങ്ങൾ ചോദിക്കും. ഞാൻ പറഞ്ഞു കൊടുക്കും, മിൻഹുന, ഞാൻ ഇവിടെ നിന്നാണ് കുടിച്ചത്. എന്നിട്ട് നബിതങ്ങൾ ആ ഭാഗത്ത് വായ വെച്ച് നബിതങ്ങൾ കുടിക്കുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ ഭാര്യയോട് സ്നേഹം കാണിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം കഴിക്കുന്ന മുമ്പ് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അവൻ എന്നെ വേണ്ടാതായോ എന്ന് ഉമ്മ സംശയിക്കാൻ. ഉമ്മ നീ സംശയിക്കേണ്ട ഉമ്മ, നിങ്ങൾ ഈ കുട്ടിയുടെ ഉപ്പയുടെ ഭാര്യയാണ്, അല്ലേ, നിങ്ങൾക്കും ഒരു ഭർത്താവ് ഉണ്ടായിരുന്നില്ലേ ഉമ്മ? കല്യാണം കഴിഞ്ഞാൽ ഭാര്യയെ നോക്കേണ്ട ബാധ്യത ഭർത്താവിനുണ്ട്. അപ്പൊ മുമ്പത്തെ പോലെ പെങ്ങളെ നോക്കിയ പോലെ അല്ലെങ്കിൽ ഉമ്മയെ നോക്കിയ പോലെ അത്രക്ക് മുഴുവനും അവനെ കൊണ്ട് സാധിച്ചില്ല എന്ന് വന്നേക്കാം. ഉമ്മ തെറ്റിദ്ധരിക്കല്ലേ, പെങ്ങളെ തെറ്റിദ്ധരിക്കല്ല. കൂട്ടുകാരൻ നിന്റെ സഹോദരി നീ ചോദ്യചിഹ്നമാക്കി വെക്കല്ലേ. അവൻ ഞങ്ങളൊന്നും വേണ്ടേ, ഇവള് മാത്രം മതിയോ, ഇവള് കയറി വന്നപ്പോ ഞങ്ങളൊക്കെ വേണ്ടാതെയായോ? ഇങ്ങനെയുള്ള ഫിത്നകൾ പറഞ്ഞുണ്ടാക്കി കുടുംബങ്ങളിലെ എത്രയെത്ര നല്ല കാര്യങ്ങളാണ്, നന്മകളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെയും മറ്റു ഭാര്യമാരുടെയും ചരിത്രങ്ങൾ ഹദീസിൽ കാണാം. വകുൻതു അതഅറഖുൽ അറഖ വഅന ഹായിദുൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അതഅറഖു എന്ന് പറഞ്ഞാൽ ഇറച്ചി കടിച്ചു പിടിച്ച് കടിക്കുന്നതിന് അതഅറഖു എന്ന് പറയാം. കുൻതു അതഅറഖുൽ അറഖ, അതായത് ഇറച്ചി ഞാൻ ഒരു കഷ്ണം കടിച്ചതിന്റെ ബാക്കി എടുക്കും നബിതങ്ങൾ. ഞാൻ ആ കടിച്ച സ്ഥലം നോക്കി അവിടെ തന്നെ കടിക്കും നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അറപ്പോ ഒരു വെറുപ്പോ എന്നോട് തോന്നാറില്ല എന്റെ നബിക്കെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. ആളുകൾ പറയുന്നത് നബിയല്ലേ, അല്ലാഹുവിന്റെ ഹബീബ് വിഷമിച്ച പോലെ നമ്മൾ ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ? ഹബീബിന്റെ ജീവിതത്തിലുണ്ടായ ത്യാഗം പോലെ നമുക്ക് ത്യാഗം ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടായിട്ടും ഏറ്റവും സന്തോഷകരമായ കുടുംബജീവിതം ഹബീബിന്റേതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് മദീനയിലേക്ക് എത്താറായപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൂടെയുണ്ട്. ആ സമയത്താണ് നബി തങ്ങൾ പറഞ്ഞത്, ഓടി മത്സരിക്കുകയില്ലേ എന്ന്. നമുക്കൊക്കെ അറിയുന്ന സംഭവം. എപ്പോഴാണ് നബി ചെയ്തെന്നറിയോ? ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ 5 മണിക്കൂർ ഒട്ടകപ്പുറത്തുള്ള യാത്ര, 5 മണിക്കൂർ കാറിലിരുന്ന് യാത്ര ചെയ്യുന്ന പോലെയാണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് വരികയെന്ന് വിചാരിക്കാം. വീട്ടിലെത്തിയിട്ട് ഒരു ഓട്ട മത്സരം നടത്തണമെന്ന് ഒരു സുന്നത്തൊക്കെ പാലിക്കാൻ നബി ചെയ്തതല്ലേ, ഇക്കോട്ടെ എന്ന് തോന്നിയിട്ട് വരികയാണ്. ആ 5 മണിക്കൂർ കാറിലിരുന്ന് വന്നിട്ട് നിങ്ങൾ വീട്ടിലിറങ്ങുമ്പോ പറയൂ, ഈ വാക്ക് നമുക്കൊന്ന് ഓടില്ലേ? ഇപ്പോഴാ
കാറിൽ ഇരുന്നിട്ട് നമുക്ക് പറ്റുന്നില്ല. ഒട്ടകപ്പുറത്തുള്ള യാത്ര എന്തൊരു സാഹസമാണ്. നബിതങ്ങൾ ക്ഷീണിച്ചു വന്നിരിക്കുകയാണ്, യുദ്ധം കഴിഞ്ഞ് വരികയാണ്. മദീനയിലെത്തിയപ്പോ സൈന്യത്തോട് നിങ്ങളൊക്കെ പൊയ്ക്കോളൂ, ഞാനും ആയിഷയും വരാം. നബിയേ, നിങ്ങൾക്ക് ഒന്നും പേടിക്കണം, നിങ്ങൾ പൊയ്ക്കോ. നബിതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോ? യുദ്ധം കഴിഞ്ഞ് വരുമ്പോ മണിക്കൂറുകളോളം 5 മണിക്കൂറിലേറെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തു വന്നിരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടായി പറഞ്ഞത്, അങ്ങനെ ഓടി ഓട്ടത്തിലാ നബിതങ്ങൾ അന്ന് തോറ്റത്. ആയിഷ ബീവി ജയിച്ചു. നബിതങ്ങൾ ഒന്നും മിണ്ടിയില്ല. കുറച്ചു കൊല്ലം കഴിഞ്ഞിട്ട് ആയിഷ ബീവി ഒന്നുകൂടെ നമുക്ക് ഓടല്ലേ, ഓടി. അന്ന് നബിതങ്ങൾ ജയിച്ചു, ആയിഷ ബീവി തോറ്റു. ആയിഷ ബീവി അന്ന് നിങ്ങൾ തോൽപ്പിച്ചില്ലേ, അതിന് പകരാണിത് കേട്ടോ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് നബിതങ്ങൾ ഇതിനൊക്കെ സമയം കണ്ടെത്തി എന്നാണ്. തിരക്കിന്റെ ഇടയിൽ കുടുംബത്തെ ശ്രദ്ധിക്കണം എന്ന് ഒരുപാട് ഈ ഉമ്മത്തിനെ ഓർമ്മിപ്പിക്കുക മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ ഒരു സംഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. ഇൻദൽ ബുഖാരി, സഹീഹ് ബുഖാരിയിൽ കാണാം. ഒരു പെണ്ണ് വന്ന് ചോദിച്ചു ആയിഷ ബീവിയോട്, ബീവി, അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? നമ്മളെ പറ്റി അങ്ങനെ ചോദിച്ചാല് നമ്മളിപ്പോ ഒരു നല്ല കുടുംബാണോ അല്ലേ എന്നറിയാൻ ഒരൊറ്റ ചോദ്യം മതി. ഒരൊറ്റ ചോദ്യം, നമ്മൾ നല്ലൊരു ഭർത്താവാണോ, ഭാര്യ നല്ലൊരു ഭാര്യയാണോ എന്നറിയാൻ ഒരൊറ്റ ചോദ്യം മതി രണ്ടാൾക്കും കൂടെ. ആ ചോദ്യം എന്താണെന്നറിയാലോ? അറിയെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അറിയാത്തവരുണ്ട്. എന്താണ് ആ ചോദ്യം? സ്വർഗത്തിലെത്തിയാൽ ഞാൻ നിന്റെ ഭർത്താവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ചോദിക്കാം. ഓൾ ഇങ്ങോട്ടും, നിങ്ങളെ സ്വർഗത്തിലാണെങ്കിൽ ഞാനും കടന്നാൽ നിങ്ങളെ ഭാര്യയാവാൻ നിങ്ങളെ ഭാര്യയാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലാന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കൂലേ നമ്മൾ ആ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അവിടെ ദുനിയാവ് തന്നെ ഞാൻ വലിച്ചു കൊണ്ടുപോകണതിന് പാടെ എനിക്ക് അറിയില്ല. ഇനി അവിടെ വന്ന് എന്നെ ഇടങ്ങാറാക്കുകയാണോ? അങ്ങനെ ആവരുത്. നബിതങ്ങളുടെ ഭാര്യമാരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഭാര്യമാർക്ക് മാതൃകകളാണ്. നബിതങ്ങൾ വീട്ടിലേക്കെത്തിയാൽ വീടിന്റെ ഉള്ളിൽ തമാശ പറയും. കാന യംസഹു മഅ അഹ്ലി ബൈതി വയദ്ഹകു വയുഅല്ലിഖു അലൈഹിം. തമാശ പറയും, ഓരോന്ന് പറഞ്ഞവരെ ചിരിപ്പിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന ഇദാ ഹദറത്തിസ് സ്വലാഹ്, നിസ്കാരത്തിന്റെ സമയമായാൽ കഅല്ലം യഅരിഫനാ, നബിക്ക് ഞങ്ങളെ പരിചയം പോലും ഇല്ലാത്ത പോലെയാവും. നിസ്കാരമായാൽ നബിക്ക് ഞങ്ങളെ പരിചയമില്ല. ഇല്ലെങ്കിൽ എന്തോ ഒരു രസം, എന്തോ ഒരു തമാശ, എന്തോ ഒരു ചിരി. അള്ളാഹുവിന്റെ ഹബീബ് ചിരിപ്പിക്കുമായിരുന്നു, കുടുംബത്തെ സന്തോഷിപ്പിക്കുമായിരുന്നു. തങ്ങൾ പറയുമായിരുന്നു, ഖൈറുൽ വാലിദീൻ, വാലിദൈൻ മാതാപിതാക്കളിൽ ഏറ്റവും നല്ല മാതാപിതാക്കൾ ആരാണെന്നറിയുമോ? ആരാ? ആ വാപ്പ വീട്ടിലേക്ക് വന്നാൽ മക്കളൊക്കെ സന്തോഷിക്കും, ഭാര്യയും സന്തോഷിക്കും. അതാണ് നല്ല വാപ്പ. മോശപ്പെട്ട വാപ്പ ആരാന്നറിയോ? ആ വാപ്പ വന്നാൽ മക്കളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടും. വാപ്പ പോയാൽ തിരിച്ചു വരും. വാപ്പ വരുന്നെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ മുഖമൊക്കെ വിഷമിക്കും, ഇടങ്ങേറാവും. അത് മോശപ്പെട്ട ഭർത്താവാണ്, മോശപ്പെട്ട വാപ്പയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്സിഫു നഅലഹു, നബിയുടെ ചെരുപ്പ് നബി തന്നെ ഒറ്റക്ക് തുന്നുമായിരുന്നു. വയഖീതു സൗബഹു, നബിയുടെ വസ്ത്രം നബി തങ്ങൾ തുന്നുമായിരുന്നു ഒറ്റക്ക്. ഇന്നിപ്പോ വസ്ത്രം തുന്നണമെന്നില്ല, ആ പരിപാടിയൊക്കെ നിർത്തിയില്ലേ? മുമ്പൊക്കെ എത്ര തുന്നിട്ട് നമ്മൾ പോയിട്ടുണ്ടല്ലേ. ഇപ്പൊ തുന്നിന്റെ മുമ്പ് തന്നെ ഒഴിവാക്കിയില്ലേ? പലമാരി സ്ഥലമില്ലാത്തോണ്ടാ കുടുങ്ങിയത്. സുബ്ഹാനല്ലാഹ്. കാന യഖീതു സൗബഹു, അവിടുത്തെ വസ്ത്രനിബിതങ്ങൾ തുന്നിയെടുക്കുമായിരുന്നു. നിബിതങ്ങൾ അവിടെ അടിച്ചുവാരാൻ സഹായിക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നിബിതങ്ങളുടെ ഒരനുഭവം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വിഷമം നിബിതങ്ങൾക്കുണ്ടായാൽ നബിതങ്ങൾ ഒറ്റക്കിരുന്ന് സങ്കടപ്പെടും. കുടുംബത്തിലേക്ക് വന്നാൽ ഹബീബ് ഒരിക്കലും തന്നെ വിഷമം കുടുംബത്തെ അറിയിക്കില്ല. അവരോട് തമാശ പറയും, അവരോട് ചിരിക്കും. ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങളുടെ ഖൽബിനുള്ളിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിയത് അല്ലാഹുവാണ്. അവനാണ് നിങ്ങളുടെ കൽബുകളെ യോജിപ്പിച്ചത്. ഇത് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിബിതങ്ങൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അവിടുത്തെ ഭാര്യമാരുടെ അടുത്ത് കൂടെ വന്നാൽ, ഇൻദകും തുആം,
ഭക്ഷണം ഉണ്ടോ തങ്ങൾ ചോദിക്കും. ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ നാശ്ത ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. ഒന്നുമില്ല നബിയേ. ഒരു ഭക്ഷണവുമില്ലല്ലോ നബിയേ. അപ്പുറത്തെ റൂമിലേക്ക് ചെല്ലും, വല്ലതുണ്ടോ നിങ്ങളെടുത്ത്? ഒന്നുമില്ല നബിയേ. തൊട്ടപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല നബിയേ. നബിയുടെ മറുപടി, ഇദൻ ഫഅന സ്വായിമുൻ, എന്നാൽ ഞാൻ ഇന്ന് നോമ്പ് നോൽക്കുകയാണെന്ന് മുത്ത് ഹബീബ് പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. നമ്മളാണെങ്കിൽ എന്താ ചോദിക്കുക? ഇവിടെ ഒന്നുമില്ലാന്നോ? നീ എന്തേ പറയുന്നത്? ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരായിരുന്നില്ലേ? എന്തേ അറിയിക്കാതിരുന്നത്? ഇപ്പോഴാണോ പറയണത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കും. നബി തങ്ങൾക്കത് പറഞ്ഞൂടെ? തങ്ങൾ മാതൃക കാണിച്ചു തരാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ما ضرب رسول الله صلى الله عليه وسلم احدا من نسائه قط. അവിടുത്തെ ഭാര്യമാരെ ഒരിക്കൽ പോലും നബി അടിച്ചിട്ടില്ലെന്ന് പരിശുദ്ധ ഹദീസിൽ കാണാം. സ്വഹീഹ് മുസ്ലിമിലുണ്ട്. അവിടുത്തെ ഭാര്യമാരെ ആരെയും വലാ ഖാദിമ, അവിടുത്തെ ഒരു ഖാദിമയെയും നബി അടിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കൈകൊണ്ട് എന്തെങ്കിലും നിബിധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ ചെയ്തതല്ലാതെ നിബിധങ്ങൾ അവിടുത്തെ ഭാര്യമാരെയോ അവിടുത്തെ വേലക്കാരെയോ അവിടുത്തെ സഹായികളെയോ നിബിധങ്ങൾ ശകാരിച്ചിരുന്നില്ല. 10 വർഷം ജോലി ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ, 10 വർഷത്തിനിടയ്ക്ക് എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഞാൻ ചെയ്യാതിരുന്നാൽ എന്തേ ചെയ്യാതിരുന്നത് എന്നോ, ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തോ എന്നോ എന്റെ ഹബീബ് എന്നോട് 10 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലെന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു കാന അഹ്സനന്നാസി ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവക്കാരന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിതങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് വന്നു. അഅ്തൂനി തുആമൻ, ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചു. ഈ ഭക്ഷണം ഒരു വലിയ വിഷയമാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനത് കാരണം ഒന്നൊരു നന്മ ചെയ്താൽ നന്മയാണ് എന്ന് പറഞ്ഞത് നല്ല കൂലിയുള്ള വിഷയമാണ്. ഭക്ഷണം ഉണ്ടാക്കി, നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല രുചിയുണ്ട്. നമ്മൾ ആദ്യം പറയാം ഉപ്പ് ഒറ്റ കുറഞ്ഞല്ലോ. ആ ഉപ്പ് കുറഞ്ഞത് കുറച്ചിന് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ആദ്യം എന്ത് പറയാ? നല്ല രുചിയുണ്ട്, ഇറച്ചിക്കറിക്ക് എത്ര ടേസ്റ്റ് ഒക്കെ ഉണ്ടോ, കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേറെ ഉഷാറായേനെ. ഇങ്ങനെ പറയണ്ട. നമ്മൾ ആദ്യം ആ കുഴപ്പം പറയാം. കുഴപ്പം അവസാനം പറയേണ്ടെന്ന്, ഈജാബിയാത്ത് പറയണമെന്ന്. പോസിറ്റീവ് ആദ്യം പറയാം, പിന്നെ നെഗറ്റീവ് പറയാം. നമ്മൾ മൊത്തം സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാന്ന് അറിയില്ല അല്ലേ? നമ്മൾ കുഴപ്പങ്ങൾ മാത്രമുള്ള ചികിത്സ മൈക്രോസ്കോപ്പ് വെച്ചിട്ടല്ലേ നോക്കണത്. വല്ല കുഴപ്പമുണ്ടോ എന്നിട്ട് കുഴപ്പമുണ്ടാക്കി എടുക്കുകയാണ്. നമ്മളത് ചെയ്യരുത്. പോസിറ്റീവ് പറയാം, നന്മ പറയാം. ആരോടും അങ്ങനെ പറയാവൂ, എപ്പോഴും നന്മ പറയാം. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ ഉഷാറായി, അങ്ങനെ പറയുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്തൂനി തുആമാ, എനിക്ക് ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ചു. കൊടുത്തു. ഏതാണെന്നറിയോ? ഖുബ്സുൻ യാബിസ്, ഉണങ്ങിയ റൊട്ടി. ഗൾഫുകാർക്കറിയും ഖുബൂസ് എന്ന് പറഞ്ഞാൽ. ഈ ഖുബൂസ് എന്ന് പറഞ്ഞാൽ ഖുബൂസാണ്. ഖുബൂസൊക്കെ ഒരു ദിവസം ഉണങ്ങിയ എന്താ അതിന്റെ അവസ്ഥ? നിബിതങ്ങൾക്കത് ഒന്ന് മൃദുലപ്പെടുത്തണം. തങ്ങൾ ചോദിച്ചു, എന്തെങ്കിലും ഹൽ ഇൻദകും മിൻ ഇദാം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കറിയുണ്ടോ ഇതിലേക്ക് കൂട്ടാൻ? ഒരൽപ്പം പാലോ വെണ്ണയോ തൈരോ എന്തെങ്കിലും ഉണ്ടോ? ഒരു കറിയുണ്ടോ എന്നാണ് തങ്ങൾ ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉണങ്ങിയ റൊട്ടി ഇങ്ങനെ തിന്ന് ഒന്ന് നനക്കണ്ടേ? അതിനെന്തെങ്കിലും ഉണ്ടോ? തങ്ങൾ ചോദിച്ചു. മാ ഇൻദനാ ശൈഉൻ ഇല്ലൽ ഖല്ല്, സുർക്കയല്ലാതെ വേറൊന്നുമില്ല നബിയേ. സുർക്ക ഉണ്ടല്ലോ, ഖല്ല്, സുർക്ക. ഒരു സ്പൂണ് സുർക്ക വായിക്ക് കുടിക്കണത് പോലെ സങ്കല്പിച്ചു നോക്കിപ്പോ. കഴിയോ? കുടിക്കാൻ പറ്റുമോ? പറ്റൂല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വീട്ടുകാരത് പറഞ്ഞപ്പോ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് വിഷമമാവില്ലേ? തങ്ങൾ പറഞ്ഞു, സുർക്കയെങ്കിൽ സുർക്ക മതി, അത് കൊണ്ടുവരീൻ. സുർക്ക കൊണ്ടുപോയി കൊടുത്തു. ആലോചിച്ചു നോക്കണം, ലോകത്തിന്റെ ഗുരുവാണ് ഉണങ്ങിയ റൊട്ടി സുർക്കയിൽ മുക്കാൻ പോകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് തലേന്നത്തെ ബിരിയാണി എന്നാ മതിയോ? മനസ്സിലായോ? ഉണക്ക റൊട്ടി
ചീത്ത പറയലിൻ ഒരു ഭക്ഷണത്തെയും നബി തങ്ങൾ ചീത്ത പറഞ്ഞിട്ടില്ല എന്ന് പരിശുദ്ധ ഹബീബിനെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവും. ഒരു ഭക്ഷണവും നബി തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ടാൽ തങ്ങൾ കഴിക്കും, തങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചാൽ തങ്ങൾ കഴിക്കൂല, അത്രയേ ഉള്ളൂ, കുറ്റം പറയൂല. എങ്കിൽ സുർഖയാവട്ടെ. എന്തിനാണെന്നറിയോ? ഈ ഉണക്കറൊട്ടി ഒന്ന് മൃദുലപ്പെടുത്തി കഴിക്കാൻ വായിലേക്ക് ഇറങ്ങിപ്പോവണ്ടേ, ഒന്ന് നനക്കാൻ ഒരു കറി ചോദിച്ചപ്പോ സുർഖയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ കുടുംബക്കാർക്ക്, വീട്ടുകാർക്ക്, ഭാര്യമാർക്ക് വിഷമമാവില്ലേ? അതായിക്കോട്ടെ, സുർഖ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആ സുർഖയിൽ മുക്കി നിബിതങ്ങൾ കഴിക്കുന്ന സമയത്ത് പറഞ്ഞൊരു ഹദീസ് നിങ്ങൾക്ക് ഓർമ്മ വരണം. നിഅമൽ ഇദാമു അൽ ഖൽ, നിഅമൽ ഇദാമു അൽ ഖൽ, എന്തോ ഒരു നല്ല കറിയാണ് സുർക്ക. നിബിതങ്ങൾ പറയാണ്, കറിയായി കൂട്ടാൻ എന്തോ ഒരു നല്ല സാധനമാണ് സുർക്ക എന്ന് പറഞ്ഞ് അതിലൊപ്പി അന്നത്തെ ഉണക്കറൊട്ടി കഴിച്ച നബിയാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ദാരിദ്ര്യത്തിന്റെ ഒക്കെ 10,000-ൽ ഒരംശം നമ്മുടെ ജീവിതങ്ങളിലുണ്ടോ? നിബിതങ്ങളുടെ ഈ സ്വഭാവത്തിന്റെ ഒരംശമുണ്ടോ? നമ്മളിത് ചെയ്യാം. ഇതൊക്കെ നബിയുടെ ജീവിതമാണ്. നിസ്കാരം, നോമ്പൊക്കെ പഠിപ്പിച്ച പോലെ ഈ സ്വഭാവവും പഠിപ്പിക്കാമെന്നതാണ് നിബിതങ്ങൾ. ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ള ആളായിട്ടാണ് അല്ലാഹു എന്നെ പറഞ്ഞയച്ചത് എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീഹ് മുസ്ലിം നബിതങ്ങളുടെ കുടുംബജീവിതം വിശദീകരിക്കുന്ന ഭാഗത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടാണ്. ഏറ്റവും കൂടുതൽ ഓർമ്മശക്തി ഉണ്ടായിരുന്നത് ആയിഷ ബീവിക്കാണ്. ചെറുപ്പകാലമായതുകൊണ്ട് നബിയോടൊപ്പം ജീവിച്ച ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് ഏറ്റവും കൂടുതൽ അവിടുത്തെ ഭാര്യമാരിൽ റിവായത്ത് ചെയ്തത് ആയിഷ ബീവിയുടെ ഹദീസുകളാണ്. അതുകൊണ്ടാണ് ഒരുപാട് ആയിഷ ബീവിയുടെ ചരിത്രം കാണുന്നത്. ബീവിയാണ് ഒരുപാട് 10-40 കൊല്ലം സ്വഹാബത്തിന് പിന്നെയും തങ്ങളുടെ കാലശേഷം ഫിഖ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആയിഷത്തു നബിതങ്ങളുടെ ഭാര്യ ആയിഷ ബീവി, അന്ന് ആയിഷ ബീവിയോടൊപ്പം രാത്രി വീട്ടിലാണ്. രാത്രിയായി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒന്നിങ്ങനെ വലത്തോട്ട് തിരിഞ്ഞു നോക്കുമ്പോ നബിതങ്ങളെ കാണുന്നില്ല, നബിതങ്ങളുടെ അരികത്തില്ല. നബിതങ്ങൾക്ക് വേറെയും ഭാര്യമാരുണ്ടാകുമ്പോ തോന്നുന്ന ഒരു വിഷമം ആയിഷ ബീവിയുടെ മനസ്സിൽ വന്നു തുടങ്ങി. എന്റെ രാത്രിയായി ഇന്ന്, എന്റെ കൂടെ കഴിയേണ്ട ഇന്ന് നബിതങ്ങൾ മറ്റേതെങ്കിലും കുടുംബക്കാരിയുടെ, നബിതങ്ങളുടെ ഭാര്യയുടെ അരികത്തേക്ക് പോയിരിക്കുകയാണോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളെ തപ്പാൻ തുടങ്ങി ഉറക്കത്തിൽ. ഹബീബായ നബിതങ്ങൾ കുറച്ചപ്പുറത്തേക്ക് ഉറക്കത്തിൽ നീങ്ങിപ്പോയിട്ടുണ്ട്. തപ്പിയിട്ട് കാണാതെയായതാ. ബെഡ് ലാമ്പൊന്നും ഇല്ലല്ലോ, ഒന്ന് ഇരുട്ടാണെങ്കിൽ ഇരുട്ട്. അപ്പൊ കുറച്ച് നോക്കുമ്പോ നബി കുറച്ചപ്പുറത്തുണ്ട്. നബി തങ്ങളുടെ മുടിയിൽ കൈതട്ടി, ആയിഷ ബീവിയുടെ കൈതട്ടി നബിയുടെ മുടിയിൽ. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ ബീവി, ജാഅകി ശൈത്വാനുകി, നിങ്ങളുടെ ശൈത്വാന് നിങ്ങളുടെ അടുത്ത് വന്നോ ആയിഷ? ഞാൻ ഇവിടെ എല്ലാവരും സംശയം ഉണ്ടല്ലേ എന്നങ്ങ് ചോദിക്കുക. ജാഅകി ശൈത്വാനുകി, നിങ്ങളുടെ ശൈത്താന് നിങ്ങളുടെ അടുത്ത് വന്നോ ആയിഷ റളിയല്ലാഹു അൻഹ? രാത്രിയിലെ നബി ഞങ്ങൾ എന്താ ഈ പറഞ്ഞപ്പോ ആയിഷബിന്റെ മറുപടി എന്താണെന്നറിയോ? അമാലക ശൈത്വാൻ, നബിയെ നിങ്ങൾക്കും ശൈത്താനില്ലേ, എനിക്ക് മാത്രമുള്ളൂ. തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ? ബല, ഉണ്ട് ആയിഷ ബീവി, വലാകിന്നഹു അസ്ലം, എന്റെ പിശാച് മുസ്ലിമാണ്. ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, നന്മയല്ലാതെ മറ്റൊന്നും എന്റെ പിശാചിനെ കൽപ്പിക്കുകയില്ല. ഓരോ മനുഷ്യന്റെ കൂടെയും പിശാചിൽ നിന്നുള്ളൊരു ഖലീലിനെ അല്ലാഹു വെച്ചിട്ടുണ്ട്. നന്മയിലേക്ക് വിളിക്കാൻ ഒരു മലക്കും തിന്മയിലേക്ക് വിളിക്കാൻ ഒരു പിശാച് നമ്മുടെ കൂടെയുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യമാണ്. അങ്ങനത്തെ ഒരു പിശാച് നിങ്ങൾക്കില്ല നബിയെ? ആയിഷ ബീവി ചോദിക്കാൻ. ആ ഒരു ധൈര്യം നോക്കണം ചോദിക്കാൻ. നിങ്ങൾ പ്രശ്നമാക്കിയോ? ഞങ്ങളോടാണ് ഈ പറയുന്നത്, അഷ്റഫുൽ ഖൽഖിനോടാണ് ഈ പറയുന്നത്. അമാലക ശൈത്താൻ, നിങ്ങൾക്ക് ശൈത്താനൊന്നും ഇല്ല നബിയെ. നമ്മളെ വീട്ടിലാണെങ്കിൽ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാകാൻ അതന്നെ മതി. തങ്ങളുടെ മറുപടി നോക്കണം. ബല, ഉണ്ട് ആയിഷ ബീവി, കൃത്യമായ മറുപടി കൊടുക്കാൻ. പ്രശ്നം തീർന്നു. വലാകിന്നഹു അസ്ലം, എന്റെ പിശാച് മുസ്ലിമാണ്. ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, നന്മയല്ലാതെ മറ്റൊന്നും എന്റെ പിശാച് എന്നെ കൽപ്പിക്കാറില്ല. ഇത് പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും നബിയും പിന്നെ കടന്നുറങ്ങലായി. പ്രശ്നം തീർന്നു.
പ്രശ്നങ്ങൾ പർവ്വതീകരിച്ചില്ല. അവൾ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, അമ്മായും അത് പറഞ്ഞു, അമ്മോഷൻ ഇത് പറഞ്ഞു, ആങ്ങളെ ഇത് പറഞ്ഞു. പ്രശ്നങ്ങളില്ല. നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക. പ്രശ്നം ഉണ്ടാക്കാൻ നോക്കല്ലേ മുന്നേ പ്രശ്നം പരിഹരിക്കാൻ നോക്കി. എത്രയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എത്ര ആൾക്കാരുണ്ടെന്ന് പരിഹരിക്കാൻ ആളില്ലാത്തത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കലിൻ പരിഹരിക്കിൻ, പ്രശ്നങ്ങളെ പറ്റി ആലോചിക്കലിൻ, പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുവിൻ. അതുകൊണ്ട് അവള് പറഞ്ഞത്, ഇവൻ പറഞ്ഞത്, ഉമ്മ പറഞ്ഞത്, വാപ്പ പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കലിൻ. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, തെറ്റുകൾ സംഭവിച്ചു പോകില്ലേ? നാം ഒന്ന് സൂക്ഷിക്കുക. വല്ലതും ഒരാൾ പറഞ്ഞു പോയാൽ ഒന്ന് പുറത്തു കൊടുക്കുക, സാരല്ല എന്ന് പറയാം. നമ്മൾ അതിന്റെ പേര് കല്യാണത്തിന് പോകില്ല. അവൾ അന്നൊരു വാക്ക് പറഞ്ഞേക്കണത്, അത് മാപ്പ് പറയാതെ ഞാൻ പോകില്ല. നിങ്ങൾ ആരാ? സുബ്ഹാനല്ലാഹ്, എന്നോട് മാപ്പ് പറയാതെ ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ അഹങ്കാരല്ലേ പറയണത്? ഇതൊന്നും പറയാൻ പാടില്ല. അങ്ങാടിന്ന് കല്യാണത്തിന് വിളിച്ചാൽ പോകാത്തവരൊക്കെ ഉണ്ട് പണ്ടത്തെ കാലത്ത്. ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. അങ്ങാടിന്ന് അവൻ പറഞ്ഞു എന്റെ വരിക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആർക്കാ പോരൊന്ന് പറയാനൊക്കെ ഇപ്പൊ നേരമുള്ളത്? അത് മനസ്സിലാക്കിയ പോരെ. സ്വന്തം കുട്ടിന്റെ കല്യാണം മനസ്സിലാവും നിന്റെ ഇടങ്ങേറെ. അപ്പൊ കല്യാണം പറയാൻ നടന്ന് അവസാനം വിളിക്കേണ്ട കുറച്ചാൾക്കാർ വിളിക്കാൻ മറക്കും ചെയ്യും. എല്ലാ കല്യാണത്തിനും ഉണ്ടായ ഏർപ്പാടല്ലേ. എന്നാ കണ്ടറിഞ്ഞ് വന്നാൽ മതി. ഒരു വിചാരിക്കും എന്നെ കണ്ടറിഞ്ഞ് വിളിച്ചിട്ടില്ല, എന്റെ കുട്ടിന്റെ കല്യാണം ഉണ്ടാവും, ഞാനും വിളിച്ചൂല. അങ്ങനെയല്ല, വിളിക്കാൻ മറന്നതായിരിക്കും. ഞാൻ പോട്ടെ, ചെന്നാ സന്തോഷമായിരിക്കും. കല്യാണല്ലേ, ഇരിക്കണ ചോറോടെ ഉണ്ടാവുമല്ലോ. ഞാൻ പോട്ടെ, വിളിക്കാൻ മറന്നതായിരിക്കും. അങ്ങനെ ചെന്നാൽ എന്തൊരു റാഹത്താ. അയാൾക്കും സന്തോഷാവും, നിങ്ങൾക്കും റാഹത്തായി, ഖൽബ് ക്ലീനായില്ലേ. വാക്കുകൾ വെച്ച് കളിക്കലിൻ, ചെറിയ ചെറിയ വാക്കുകൾ വെച്ച് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കലിൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ചോദ്യത്തിന് കർക്കശമായ മറുപടി നബി പറഞ്ഞിരുന്നുവെങ്കിൽ അതൊരു പൊട്ടിത്തെറിയായേനെ. ആയിഷ ബീവി, എനിക്കും പിശാചുണ്ട്, പക്ഷേ വേറെ റിവായത്തിൽ എങ്ങനെയാണ്, അള്ളാഹു എന്നെ സഹായിച്ചിട്ടുണ്ട്, എന്റെ പിശാച് ഒരിക്കലും എന്നെ ബുദ്ധിമുട്ടാക്കില്ല. തീർന്നു, ഉറങ്ങി, സുന്ദരമായി ജീവിച്ചു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു റിവായത്തിൽ ആയിഷ ബീവി പറയുന്നുണ്ട്, ഒരു രാത്രി ഞാൻ അന്ന് വിചാരിച്ചു നബിതങ്ങൾ പുറത്തെങ്ങോ പോയിരിക്കുകയാണെന്ന്. ഞാൻ നബിതങ്ങളെ തപ്പി നോക്കി റൂമിൽ. ഞാൻ എങ്ങനെ തപ്പി നോക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പുറത്തെങ്ങാനും പോയിട്ടുണ്ടോ എന്ന ലക്ഷ്യത്തിലാണ് ഇങ്ങനെ നോക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സുജൂദിൽ കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. സുബ്ഹാനക വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത. നബിതങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിന്റെ സുജൂദിൽ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ആയിഷ ബീവി കേട്ടു. സുബ്ഹാനക വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ, നിന്നെ സ്തുതിക്കുന്നു റബ്ബേ, നീയല്ലാതെ ഇലാഹില്ല പടച്ചവനേ. എല്ലാവരും ഉറങ്ങാൻ. നബിതങ്ങൾ സുജൂദിൽ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആയിഷ ബീവി നബിതങ്ങളെ തട്ടുന്നത്. ഹബീബായ നബിതങ്ങൾ നിസ്കാരത്തിലാണെന്നറിഞ്ഞപ്പോ ബീവി പറഞ്ഞു, നബിയെ, എന്റെ മാതാപിതാക്കൾ അങ്ങേക്ക് ദണ്ഡമാണ് നബിയെ. എന്റെ മാതാപിതാക്കൾ മരിച്ചാലും അങ്ങ് മരിക്കരുത് നബിയെ. സ്നേഹം തോന്നുമ്പോൾ പറയുന്ന വാക്കാ നബിയോട്. ബിഅബീ അൻത വഉമ്മീ യാ റസൂലല്ലാഹ് ഇന്നക ലഫീ ശഅനിൻ വഇന്നനീ ലഫീ ശഅനിൻ ആഖർ. നബിയെ, നിങ്ങൾ ചിന്തിക്കുന്നത് ഏതോ ഒരു മഹത്തരമായ കാര്യം, ഞാൻ ചിന്തിക്കുന്നത് ഏതോ വേറൊരു കാര്യം. അങ്ങ് അല്ലാഹുവിന്റെ മുമ്പിലാണ്, ഞാൻ അങ്ങ് മറ്റു ഭാര്യമാരകത്ത് പോയോന്നാ ഞാൻ ചിന്തിക്കുന്നത്. നബിയെ, അങ്ങ് തന്നെ മഹത്തരമായവർ. ഹബീബേ, അങ്ങ് ചിന്തിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ ചിന്തിച്ചത് മോശപ്പെട്ടത്. അങ്ങ് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിലാണല്ലോ നബിയെ. ആയിഷ ബീവി ഒന്നും പറഞ്ഞില്ല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയാണ് രസം ഉണ്ടാകുന്നത്. അന്നൊരു രാത്രി രണ്ട് സംഭവമായി ആയിഷ ബീവി തപ്പാൻ തുടങ്ങിയിട്ട്. രണ്ട് തവണയും ആയിഷ ബീവി വിചാരിച്ചതല്ല നടന്നത്. ആയിഷ ബീവി ഇങ്ങനെ കിടക്കുമ്പോ ഇമാം നസായി തങ്ങൾ വളരെ ബിസനദിൻ ഹസനിൻ, നല്ല ഹസനായ സനദോടുകൂടെ റിപ്പോർട്ട് ചെയ്ത ഹദീത്ത് കാണാൻ പറ്റും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ തങ്ങൾ ഇരിക്കുമ്പോ അന്ന് രാത്രി അവർ കിടന്നുറങ്ങിയപ്പോ നബി തങ്ങളുടെ മേൽവസ്ത്രം, നമ്മളെ ഇഹ്റാമിന് വസ്ത്രം കിട്ടൂലേ, അങ്ങനെ ഒരു വസ്ത്രം ധരിക്കുന്ന ശീലമുണ്ടായിരുന്നു തങ്ങൾക്ക് ചില സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അരമുണ്ട്, പിന്നെ ഒരു രിദാ, ഒരു മേൽവസ്ത്രം. ഉറങ്ങുമ്പോ അത് എടുത്തു വെക്കും, എന്നിട്ട് ഉറങ്ങും. പുറത്തു പോകണമെങ്കിൽ അത് മേൽത്തട്ടം ധരിക്കും, അങ്ങനെ പുറത്തു പോകും. അങ്ങനെ നബിതങ്ങളുണ്ട്. രാത്രി ആയിഷ ബീവി ഉറങ്ങിയെന്ന് വിചാരിച്ചു ഹബീബ്. നബിതങ്ങളുടെ രിദാ എടുത്തിട്ട് തങ്ങൾ മെല്ലെ വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി. ആയിഷ ബീവി ഇത് കണ്ടു. ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവി ഉറപ്പിച്ചു, നബി പോവാണ്, എന്നിട്ടിട്ട് പോവാണ് ഇങ്ങോട്ടോ. അതുകൊണ്ട് ഈ പെണ്ണുങ്ങൾ രണ്ടാം കല്യാണത്തിന് സമ്മതിക്കാത്തത്. ഓലെ സമ്മതം ഉണ്ടായ കെട്ടിയാൽ മതി എന്നങ്ങാൻ അള്ള പറഞ്ഞിരുന്നെങ്കിൽ ഒരു പുതിയാപ്പിളക്ക് രണ്ടാം പെണ്ണ് കിട്ടൂല്ല, കെട്ടാൻ പറ്റൂല.
രണ്ടെണ്ണം കെട്ടിക്കൂടിയെന്ന് പറയാനല്ല ഇപ്പൊ വരുന്നത്. പെണ്ണുങ്ങൾക്ക് പൊന്നാരസ്താതെ ആ ഹദീസ് നിങ്ങൾ പറഞ്ഞു കൊടുക്കല്ലേ ദയവ് ചെയ്തിട്ട് എന്നവിടെ പറയുണ്ടാവും. അപ്പോ കല്യാണം കഴിഞ്ഞ് രണ്ട് പെണ്ണുങ്ങളൊന്നും ഒരു റാഹത്തില്ലെങ്കിലേ ഒരു മരത്തുമ്പ് കൂടെ നടന്നു പോണ ഒരു ഈച്ചയെപ്പോലെ ചിറകിങ്ങനെ കത്തിക്കരിയാണ്. അങ്ങനത്തെ ഒരു ഈച്ചയെപ്പോലെയാണ് മനുഷ്യാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കവി. ومن له زوجتان ساءتا خلقا ولم يجد منهما يوما على طربي كنملة ذبذبت مشيا على خشب وجانباه على نار قد التهبا. അപ്പോ ഇരിക്കട്ടെ, നമ്മൾ അതിനെ പറ്റിയല്ല പറയുന്നത്. ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ചെറിയൊരു സംശയം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പെട്ടെന്ന് വസ്ത്രം ധരിച്ചു, അവരുടെ അബായ എടുത്തു. ആയിഷ ബീവിയുടെ ഹിജാബ് ധരിച്ചു, അവരുടെ ഹിമാർ ധരിച്ചു. ആയിഷ ബീവി മെല്ലെ വാതിൽ തുറന്ന് പുറത്ത് നടന്നു. ഞങ്ങൾ ഇങ്ങനെ പോവാണ്. ആയിഷ ബീവി മെല്ലെ പിന്നാലെ നടന്നു. മദീനയിലെ ഒരു രാത്രി ഇങ്ങനെ ചിന്തിച്ചു നോക്കണം. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനക്ക് പോയി ഒരുപാട് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. മദീനയും മക്കൾക്ക് കണ്ടവരെന്ന് കൈപൊക്കിയാട്ടെ. ഉംറക്ക് പോയവര് എല്ലാവരും പോയവരൊക്കെ കൈപൊക്കി. അൽഹംദുലില്ലാഹ്, അള്ളാഹു അത് സ്വീകരിക്കട്ടെ. പോകാത്തവർക്ക് അങ്ങോട്ട് എത്താനുള്ള ഭാഗ്യം വളരെ പെട്ടെന്ന് അള്ളാഹു നൽകട്ടെ. വഹി വന്ന സ്ഥലല്ലേ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയ സ്ഥലല്ലേ, ഹബീബ് നടന്നുപോയ സ്ഥലങ്ങളാണതൊക്കെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിന്നാലെ നടന്നു. അങ്ങനെ നബിയുടെ പിന്നാലെ മെല്ലെ 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 നടന്നപ്പോ ബീവി പറയാണ്, നബിതങ്ങൾ പോണത് ഞാൻ കണ്ടു. ബീബായ നബിതങ്ങൾ ഹത്താ വഖഫ അലാ മഖ്ബറത്തിൽ ബഖീഅ, ജന്നത്തുൽ ബഖീഇന്റെ ഖബർസ്ഥാനിന്റെ അരികത്ത് പോയി നബിതങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുന്നുണ്ട്. അവിടുത്തെ മരിച്ചുപോയ സ്വഹാബികളെ, നബിതങ്ങളുടെ അനുയായികളുടെ ഖബറിലേക്ക് നബിതങ്ങൾ നോക്കുന്നുണ്ട്. മുസ്ലിമായി മരിച്ചുപോയവരവരിലുണ്ട്, സ്വാഭാവിക മരണം സംഭവിച്ചവരെ, യുദ്ധത്തിൽ മരിച്ചുപോയ ശുഹദാക്കൾ അവരിലുണ്ട്. അവരെങ്ങനെ നോക്കുന്നുണ്ട് നബിതങ്ങൾ. അവരുടെ കൂടെ ജീവിച്ച കാലം നബിതങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ്. സ്വാലിഹീങ്ങളായി ജീവിച്ച ശുഹദാക്കളായി മരിച്ചുപോയവർ അവരിന്ന് മണ്ണിന്റെ അടിയിലാണ്. അവരെ നോക്കി നബിതങ്ങൾ ഇങ്ങനെ കരയുന്നുണ്ട്. ബിബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറാളികളെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു. നബിതങ്ങൾ ഖബറിലേക്ക് നോക്കും, അവിടുത്തെ കൈയുയർത്തും, ഒരുപാട് ദുആ ചെയ്യും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم رفع يديه دعا دعاء طويلا. കൈയുയർത്തി ദുആ ചെയ്യണമെന്ന, ദുആ ചെയ്യുമ്പോൾ കൈയുയർത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. ദുആഇന്റെ ഒരു അദബ്, ഒരു അച്ചടക്കം അതാണ്. അള്ളാഹിനോട് ചോദിക്കല്ലേ, അതിപ്പോ കൈയുയർത്തി വേണമെങ്കിൽ തന്നോന്ന് ചോദിക്കാൻ പാടുണ്ടോ? അള്ളാഹുവിനോട് താഴ്മ ചോദിക്കണ്ടേ? കൈയുയർത്തി നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർക്കുമ്പോൾ കൈയുയർത്തണം. അതൊന്നും വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിലേ കൈയുയർത്തണ്ട എന്നൊക്കെ പറയുന്നവരുണ്ട്. നിങ്ങൾ പറയല്ലേ, അള്ളാഹുവിനോട് ചെയ്യുന്ന അദബ് അങ്ങനെയാ. കൈയുയർത്തി നബിതങ്ങൾ കൈയുയർത്തിയിട്ട് ദുആ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഇങ്ങനെ കൈയുയർത്തി ഒരുപാട് ദുആ ചെയ്യും, പിന്നെ കൈ താഴ്ത്തും, പിന്നെ ഖബറിലേക്ക് ഇങ്ങനെ നോക്കും. സ്വഹാബത്തിന്റെ ഖബറിലേക്ക് ഇങ്ങനെ നോക്കും, വീണ്ടും കൈ ഉയർത്തും, കുറെ ദുആ ചെയ്യും. ആയിഷ ബീവി ഇതൊക്കെ ഇങ്ങനെ കാണാൻ. ആയിഷ ബീവി വിചാരിച്ചു, ഇവിടുന്ന് പിന്നെ വേറെ ഏതെങ്കിലും ഭാര്യമാരുടെ വീട്ടിലേക്ക് നബി പോയാലോ എന്ന് വിചാരിച്ചേ കാത്തിരിക്കുന്നത്. മൂന്നാമതും നാലാമതും നബി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. കുറെ നോക്കിയിരിക്കും, പിന്നെയും ദുആ ചെയ്യും. അങ്ങനെ നബി തങ്ങൾ തിരിച്ച് നടക്കാൻ ഒരുങ്ങിയപ്പോൾ കുറച്ച് ദൂരെ ഇതൊക്കെ വീക്ഷിച്ചു നിൽക്കുന്ന നിലാവിന്റെ ചെറിയ വെളിച്ചത്തിൽ നബിയെ വീക്ഷിക്കുന്നുണ്ട് അവിടുത്തെ ഭാര്യ ആയിഷത്ത് റളിയല്ലാഹു അൻഹാ. നബി തങ്ങൾ തിരിഞ്ഞു നടക്കാൻ കണ്ടപ്പോൾ ആയിഷ ബീവി ഒരു ഒറ്റ ഓട്ടം വീട്ടിലേക്ക് ഓടിയെന്ന് മാത്രമല്ല, വാതിൽ തുറന്ന് പുതപ്പിട്ട് ഒരൊറ്റക്കടത്തം. പക്ഷേ നിബിതങ്ങൾ വന്നപ്പോ നിബിതങ്ങൾ ചോദിച്ചു, ആയിഷ ബീവി എന്താ അത് വല്ലാതെ കിടക്കുന്നുണ്ടല്ലോ ആയിഷ ബീവി, മാലി അറാകി ഹാഷിയതൻ റാബിയ. തങ്ങൾ വിചാരിച്ചു ഒരാള് നബിയെ വീക്ഷിക്കുകയാണോ, അന്ന് ശത്രുക്കളുള്ള കാലമാണ്, നബിക്ക് എന്തെങ്കിലും അപായപ്പെടുത്താൻ ഏതോ ഒരു ദുഷ്ടൻ വന്നതാണ് തങ്ങൾ വിചാരിച്ചത്. ഒരു കറുപ്പിങ്ങനെ പോണത് നബി കണ്ടിട്ടുണ്ട്. വീട്ടിലേക്ക് ചെന്ന് നബി തങ്ങൾ ഏതായിരുന്നാലും വീട്ടിൽ ചെന്നപ്പോൾ ആയിഷ ബീവി പുതപ്പിന്റെ ഉറങ്ങിയ പോലെ കടന്നു. ശ്വാസം നിൽക്കണ്ടേ, അങ്ങനെ ശ്വാസം വിടുക. മാലി അറാകി ഹാഷിയതൻ റാബിയ. ആയിഷ ബീവി വല്ലാത്ത ശ്വാസ തടസ്സമുണ്ടല്ലോ. ആയിഷ ബീവിക്ക് എന്തു പറ്റി ആയിഷ ബീവി? എണീക്കിൻ. ആയിഷ ബീവി കണ്ണൊക്കെ തിരുമ്മി, നബിയെ ഞാൻ ഉറങ്ങിയിട്ടില്ല, കാര്യം പറഞ്ഞു കൊടുത്തു, അങ്ങനെ ഓടി വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ ആദ്യം പറഞ്ഞു, ഒന്നുമില്ല നബിയേ എന്ന് പറഞ്ഞു.
നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ലതുഖ്ബിരീനി ഔ ലയുഖ്ബിറന്നിൽ ലതീഫുൽ ഖബീർ, എനിക്ക് പറഞ്ഞു തന്നോളൂ ആയിഷ ബീവി, നിങ്ങൾ പറഞ്ഞെന്നില്ലെങ്കിൽ എല്ലാം അറിയുന്ന ലതീഫും ഖബീറുമായ അല്ലാഹു എനിക്ക് വഹീ തരും, അല്ലാഹ് പറഞ്ഞു തരും. ഇത് പറഞ്ഞെന്നോളൂ ആയിഷ ബീവി, നല്ലതാണ്. പറഞ്ഞു കൊടുത്തു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. യാ ആയിഷ, ആയിഷ ബീവി ഫഅൻതി സവാദല്ലദീ റഅയ്തുഹു അമാമി, എന്റെ മുമ്പിൽ ഇങ്ങനെ പോയ ആ കറുപ്പ് നിങ്ങളായിരുന്നുവല്ലേ ആയിഷ ബീവി? അതേ നബിയേ. ആയിഷ ബീവിയുടെ നെഞ്ചത്ര അടി കൊടുത്തിട്ട് നബി തങ്ങൾ പറഞ്ഞു, അളനൻതി, നിങ്ങൾ വിചാരിച്ചോ ആയിഷ ബീവി, അന്നല്ലാഹ യഹീഫു അലൈകി വറസൂലുഹു, അല്ലാഹുവും റസൂലും നിങ്ങളോട് അരുതാത്തത് ചെയ്യുമെന്ന് വിചാരിച്ചോ? നിങ്ങൾക്കുള്ള രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ നീതി പാലിക്കുകയില്ലെന്ന് വിചാരിച്ചുവോ? ആയിഷ ബീവി, നിങ്ങൾ അങ്ങനെ വിചാരിച്ചോ? അല്ലാഹുവിനെ പറ്റി, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി നിങ്ങൾ വിചാരിച്ചുവോ നിങ്ങളോട് നീതി ചെയ്യില്ല എന്ന്? ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, അല്ലാഹുവിനോട് എനിക്ക് പുറത്തു തരാൻ വേണ്ടി പറയൂ നബിയേ. ഇസ്തഗ്ഫിരില്ലാഹ ലി, എനിക്ക് വേണ്ടി പൊറുക്കല്ല ചോദിക്കൂ നബിയേ. നബി തങ്ങൾ ആയിഷ ബീവിക്ക് അല്ലാഹുവേ എന്റെ ആയിഷക്ക് പുറത്തു കൊടുക്കല്ലാ എന്ന് ആയിഷ ബീവിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നേരം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ മനസ്സിൽ ഒരു വിഷമമില്ലാതിരിക്കാൻ വേണ്ടി കാര്യം പറഞ്ഞു കൊടുത്തു. ബീവി, നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉറക്ക് വിഷമിപ്പിക്കാതിരിക്കാൻ ഞാൻ പോയതാണ്. നിങ്ങൾ ഉണർന്നിരുന്നാൽ ഒറ്റക്കല്ലേ വിഷമം വരുമല്ലോ. നിങ്ങൾ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോ അങ്ങയുടെ ഉറക്ക് വിഷമിപ്പിക്കാതിരിക്കാൻ അങ്ങയോട് പറയാതെ, നിങ്ങളോട് പറയാതെ ഞാൻ പുറത്തു പോയത്. ആയിഷ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് പറയേണ്ട ആവശ്യമുണ്ടോ? തങ്ങൾ ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കാൻ. എന്നിട്ട് പറഞ്ഞു, ആയിഷ ബീവി, ഇന്ന ജിബ്രീൽ അതാനി, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ മുമ്പിൽ വന്നു. എന്നിട്ട് വലം യകുൻ അലൈകി വലം യകുൻ യദ്ഖുലു അലൈകി വഖദ വദഅതി സിയാബകി. ആയിഷ ബീവി, നിങ്ങൾ ഹിജാബിലല്ലോ കടന്നുറങ്ങുന്നത്. ആ സമയം നിങ്ങൾ ഉണ്ടായിരിക്കെ അങ്ങയുടെ പരിപൂർണമായ ഹിജാബിന്റെ വസ്ത്രമില്ലാതിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം റൂമിലേക്ക് കടന്നു വരികയില്ലല്ലോ. അതുകൊണ്ട് റൂമിന്റെ പുറത്തു നിന്നിട്ട് എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ പുറത്തു വരണം. ആയിഷ ബീവി, നിങ്ങളുള്ളപ്പോൾ അരികത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അകത്തു വന്നിട്ടില്ല. രാത്രിയാണല്ലോ, കടന്നുറങ്ങുന്ന സമയമല്ലേ. അതുകൊണ്ട് വാതിലിന്റെ പുറത്തു നിന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, നബി ഇങ്ങോട്ട് പുറത്തു വരിൻ. എന്നിട്ട് പറഞ്ഞു, ജന്നത്തുൽ ബഖീൽ കിടക്കുന്ന സ്വഹാബികൾക്ക് ഈ നേരം പോയി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം നബിയെ. അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. മരിച്ചു കിടക്കുന്ന ഖബറാളികൾ കിടക്കുന്ന സ്ഥലത്ത്, മഖ്ബറകളിൽ മുസ്ലിമീങ്ങളായ ആളുകൾ കിടന്നുറങ്ങുന്ന അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലങ്ങളിൽ പോയി ദുആ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. പാതിരാത്രി വന്ന് നബിയോട് പറയാണ്, നബിയെ ഈ സമയം പുറത്തിറങ്ങണം, ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം നബിയെ. അതുകൊണ്ടാണ് ആയിഷ ബീവി നിങ്ങളോട് പറയാതെ ഞാൻ പുറത്തു പോയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷമം തീർന്നു. ഇങ്ങനെ സന്തോഷത്തോടുകൂടെ പ്രയാസങ്ങൾ പരിഹരിച്ചുകൊണ്ട്, തെറ്റിദ്ധാരണകൾ തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നബിയുടെ കുടുംബജീവിതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിതൊക്കെ ആയിക്കൂടെ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹാ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുമായിരുന്നു, ഞാനും ഉമ്മു അബ്ദില്ലയും 20 വർഷം ജീവിച്ചു. ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടില്ല, പിണങ്ങേണ്ടി വന്നിട്ടില്ല. വെറുപ്പുള്ളത് ഒന്നും ഉമ്മു അബ്ദില്ലയിൽ നിന്ന്, എന്റെ മകന്റെ ഉമ്മയിൽ നിന്ന്, അതായത് എന്റെ ഭാര്യയിൽ നിന്ന് ഞാനോ എന്നിൽ നിന്ന് എന്റെ ഭാര്യയോ കാണേണ്ടി വന്നിട്ടില്ല. ആളുകൾ ചോദിച്ചത് എങ്ങനെ? എനിക്ക് ദേഷ്യപ്പെട്ടാലേ അവൾ എന്നെ തണുപ്പിക്കും, അവൾക്ക് ദേഷ്യപ്പെട്ടാൽ ഞാൻ അവളെ തണുപ്പിക്കും. ഇതല്ലാതെ ജീവിച്ചു പോകാൻ പറ്റില്ലല്ലോ എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. മുസ്ലിമീങ്ങൾ ഇങ്ങനെയാണ്. വീട്ടിൽ അങ്ങാടിയിൽ ചെന്നാൽ മാന്യമായി പെരുമാറുന്നവരുണ്ട്. സുഹൃത്തുക്കളോടുകൂടെ എന്തോ ഒരു നല്ല സ്വഭാവം. വീട്ടിലെത്തിയാൽ ആളെ അല്ല വേറെ ഏതോ ഒരാളാ. ദേഷ്യം, വലിച്ചെറിയല്, അടിക്കല്, പ്രഹരിക്കല്, ചീത്തവിളി. നാട്ടിലെത്തി എന്തോ ഒരു നല്ല ആളാണ്. അങ്ങാടിയിലേക്ക് ഇറങ്ങി എന്തോ ഒരു നല്ല മനുഷ്യൻ. എല്ലാവർക്കും നല്ല അഭിപ്രായം, വീട്ടുകാർക്ക് നല്ല അഭിപ്രായമില്ല. അവൻ ഖൈറല്ല ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ സ്വന്തം കുടുംബത്തോട് നന്മ ചെയ്യുന്നവനാണ്. വഅന ഖൈറുക്കും ലിഅഹ്ലി, എന്റെ കുടുംബത്തോട് ഏറ്റവും നന്മ ചെയ്യുന്നത് ഞാനാണ് എന്ന് റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം എന്നറിയോ? നമ്മൾ നാട്ടുകാരുടെ മുമ്പിൽ ഇരിക്കുമ്പോ കുറച്ച് മുജാമരത്ത് ചെയ്യുന്നു പറയും. ഒന്ന് സോപ്പിട്ടിരിക്കും അല്ലെ. നമ്മളൊക്കെ ഇപ്പൊ എന്തോ ഒരു നല്ല മക്കളായിട്ടപ്പോ ഇരിക്കണത്, എന്തോ ഒരു നല്ല സ്വഭാവത്തിലാണ്. നിങ്ങളൊക്കെ തനി സ്വഭാവം അറിയണമെങ്കിൽ വീട്ടിൽ വന്ന് നോക്കണ്ടേ, ആരുമില്ലാത്ത നേരത്തെ. അപ്പോഴേ എന്റെ സ്വഭാവങ്ങൾ ഇപ്പൊ ഈ മൈക്ക് പറയണമെന്നും കേട്ട് വിധി എഴുതണ്ടേ. ഞാൻ വളരെ മോശക്കാരനാ. എന്റെ സ്വഭാവം നല്ലതാണെന്ന് പറയേണ്ടത് എന്റെ കുടുംബമാണ്. എന്റെ ഭാര്യയും എന്റെ കുട്ടികളും എന്റെ ഉമ്മയും എന്റെ പെങ്ങന്മാർ അവരൊക്കെ നല്ലത് പറഞ്ഞ അപ്പോഴേ ഞാൻ നന്നാവുള്ളൂ. അപ്പോഴേ എന്നെ പറ്റി എന്റെ ശരിയായ അവസ്ഥ പുറത്തു കിട്ടുള്ളൂ. അല്ലെങ്കിൽ മൈക്ക് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ചീത്ത പറയാൻ പറ്റും നിങ്ങളെ? നിങ്ങളിവിടെ വന്നിരുന്നിട്ട് ഇവിടെ തല്ലിവിടാൻ പറ്റുമോ? എല്ലാവരും നല്ല മക്കളായിട്ട് ഇരിക്കല്ലേ, എന്തോ റാഹത്തിൽ നമ്മൾ ഇരിക്കണത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴപ്പമില്ലാതെ ഒരു ബസ്സിൽ സീറ്റിട്ടായിരുന്നു നോക്കണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കച്ചറ കാണണമെങ്കിൽ അല്ലേ? അല്ലെങ്കിൽ പാർക്കിങ് ഇപ്പൊ വലിയ വിഷയം അതൊക്കെയാണ് നാട്ടിലൊക്കെ. അത് മറ്റവൾ കയറി പിടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിന് ദേഷ്യപ്പെടുന്നവരാ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആരോടും ഒരു മുജാമലത്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്വന്തം ഭാര്യയും കുട്ടികളെ ഉള്ളൂ. നാട്ടുകാരെ പേടിക്കണം, അല്ലെങ്കിൽ അവരോട് നല്ല നിലക്ക് നിന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചേക്കും വിചാരിച്ചേക്കും. വീട്ടിലെത്തിയാൽ അതിന്റെ ആവശ്യമില്ലല്ലോ. അവിടെ എത്തിയിട്ട് നമുക്ക് നന്നായിട്ട് പെരുമാറാൻ പറ്റുന്നുണ്ടോ? അവരാണ് ശരിയായ കുടുംബം, അവരാണ് ശരിയായ കുടുംബനാഥന്മാർ. ആര് പഠിപ്പിച്ചു? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ഖൈറായിക്കോളി. നബിതങ്ങൾ ഏറ്റവും നല്ല വീട്ടുകാരനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മുടെ വീട്ടുകാരോട് ഏറ്റവും ഖൈറായവരാവുക. അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ വീട്ടുകാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ആയിഷ ബീവിക്ക് നബിയോടുള്ള സ്നേഹം ഭയങ്കരമാണ്. ആയിഷ ബീവി അത് കാണിക്കാൻ തന്നെ നിൽക്കുമായിരുന്നു. അന്ന് പെരുന്നാൾ ദിവസം എത്യോപ്യക്കാരായ ആളുകൾ ഒരു കുന്തമെറിയുന്ന ഒരു കളി കളിക്കാൻ, ഒരു കുന്തമെറിഞ്ഞിട്ട് കളിക്കാൻ എറിയുന്നു, എടുത്തുകൊണ്ടിരുന്നു, പിന്നെ എറിയുന്നു. അന്ന് ഹബ്ശക്കാർ ഇസ്ലാമിലേക്ക് വരുന്ന കാല. നബിതങ്ങൾ ചോദിച്ചു, നബിതങ്ങളുടെ വീടിലൂടെ പൊങ്ങി നോക്കിയാൽ പുറത്തേക്ക് കാണും. ആയിഷ ബീവി നിങ്ങൾക്ക് കാണണമെന്ന് ചോദിച്ചു. ആ നബിയെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നബിതങ്ങൾ ആയിഷ ബീവിയെ പൊക്കിയെടുത്തു. ആയിഷ ബീവി നോക്കുകയാണ്, കളി കാണുന്നുണ്ട്, അവരെറിയുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പെരുന്നാൾ ദിവസമാണ്. തങ്ങൾ ചോദിച്ചു, മതി ആയിഷ ബീവി, നബിക്ക് മടുത്തു. കാരണം അത് ഒരു കളിയാണ്. എറിയാ കൊണ്ടുവരാ, പിന്നെ എറിയാ കൊണ്ടുവരാ, ഒരിക്കൽ കണ്ടാൽ തന്നെ മടുക്കും. അങ്ങനത്തെ കളിയാ. നബി തങ്ങൾ കുറെ നേരം കഴിഞ്ഞ് ചോദിച്ചു, ആയിഷ ബീവി മടുത്തോ? ഇല്ല നബിയെ, മടുത്തിട്ടില്ല. എന്നാ കണ്ടോ, നബി തങ്ങൾ പൊക്കി പിടിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കുറച്ചു നേരം കഴിഞ്ഞ് നബി തങ്ങൾ ചോദിച്ചു, അശബിഅതി, വയറ് നിറഞ്ഞോ? ഇല്ല. എന്നാ കണ്ടോ ആയിഷ ബീവി, നബിക്ക് എപ്പോഴോ മടുത്തിക്കണേ. കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെ ചോദിച്ചു, ആയിഷ ബീവി മടുത്തോ? ഇല്ല, എനിക്ക് ഇനിയും കാണണമെന്നോ? എവിടെ ഒരു കളി, ആകെ ഒരു കളി ചെയ്യുള്ളൂ, എറിയ കൊണ്ടുവരാ, എറിയ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു, നബിയെ മതി. അങ്ങനെ ആയിഷ ബീവിയെ താഴെ വെച്ചു. പറഞ്ഞു, പൊന്നാര നബിയെ, എനിക്ക് അപ്പോഴേ മടുത്തിട്ടുണ്ട്. ഈ ഒരു കളി ഒരു ഏറല്ലേ ഉള്ളൂ, എനിക്ക് അപ്പോഴേ മടുത്തതാ. പക്ഷേ മറ്റു ഭാര്യമാരെ കാണണം നിങ്ങൾ എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്ന്, അത് കാണിക്കാൻ വേണ്ടി ഞാൻ നിന്നതാ. നിങ്ങൾ എന്നെ എടുത്തില്ലേ, ആ ഒരു സന്തോഷം, നിങ്ങൾക്ക് എന്നോട് ഇത്ര ഇഷ്ടമുണ്ടല്ലോ, അത് മറ്റുള്ളവരൊന്ന് അറിഞ്ഞോട്ടെ. മറ്റു ഭാര്യമാർ അങ്ങയുടെ അടുത്ത് ഞാൻ സ്ഥാനമുള്ളവരാണെന്ന് മറ്റുള്ളവരൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ. അതിനുവേണ്ടി ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ നബിയെ, മതിയായിട്ടില്ല, എനിക്കത് എപ്പോഴോ മതിയായിരുന്നു എന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. എന്തോ ഒരു രസമുള്ള ജീവിതം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. തിരക്കുള്ളവരൊക്കെ പോയിക്കോളി ഇൻഷാ അല്ലാഹ്. ഒരു മണിക്കൂർ കൂടെ നിൽക്കാൻ പറ്റുമോ? വേണ്ടല്ലേ? നിങ്ങൾക്ക് ബോറടിക്കേണ്ട മുമ്പ് നിർത്തും വേണമെന്നാണ്. ബോറടിക്കണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടമായിട്ട് കോട്ടാ വിട്ടാൽ മതി. ഒരുത്തര സിഗ്നൽ കൊടുക്കുക, എന്നാ തുടങ്ങല്ലേ എന്ന് പറഞ്ഞ അപ്പഴാ നിർത്തും ഇൻഷാ അല്ലാഹ്. അപ്പൊ സഡൻ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 12 മണി വരെ പോവാൻ ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളീ പഠിക്കണം എന്താണെന്നറിയോ? ഇങ്ങനെ നമ്മളായിത്തീരണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഏറ്റവും നല്ല മാതൃക നിങ്ങൾക്ക് നിബിധങ്ങളിലുണ്ടെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാതൃക നമ്മൾ അങ്ങനെ ആവുക. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളൊക്കെ ആക്കി തരുമാറാകട്ടെ.
എന്നാ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ നബിയുടെ ജീവിതത്തിൽ? ഉണ്ട്. തീരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല? ഉണ്ടായിട്ടുണ്ട്. ഹബീബിന്റെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവര് മനുഷ്യരാണ്. അവിടുത്തെ കുടുംബിനികളായ സഹോദരിമാർ പെണ്ണുങ്ങളാണ്, പെണ്ണുങ്ങളിൽ ഏറ്റവും മുന്തിയവരാണ്. പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ കുടുംബവുമായി നബി തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾ പർവ്വതീകരിക്കപ്പെട്ട് വലിയൊരു മുസീബത്തിലേക്കോ ഒരു തൊലാഖിലേക്കോ ഒന്നും നബി തങ്ങൾ കൊണ്ടെത്തിച്ചില്ല എന്ന വലിയ ഒരു മഹത്വം ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഒരുപാട് അകലെ മദീനയുടെ അവാലിൽ മദീനയുടെ ഉയർന്ന സ്ഥലങ്ങളിൽ പോയി താമസിച്ച മഹാനാണ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവരും മദീനക്കാരും മുഴുവനും പേടിച്ചിരുന്നൊരു സംഭവമുണ്ട്. ഗസാസിന എന്ന് പറയുന്ന ജോർഡാനിന്റെ ഭാഗത്ത് താമസിക്കുന്ന, ഇന്നത്തെ ജോർഡാൻ, അന്നത്തെ ഹിജാസിന്റെ അങ്ങേയറ്റത്ത് താമസിക്കുന്ന ഒരു ജൂത കുടുംബം, അവര് മദീന വന്ന് ആക്രമിക്കുമോ എന്നൊരു പേടി, നമ്മൾ ഭൂകമ്പം ഉണ്ടാകുമെന്ന് പേടിക്കണ പോലെ അവർ പേടിച്ചിരുന്ന സംഭവമാണ് ഗസാസിനക്കാർ വന്ന് ആക്രമിക്കുമോ എന്ന്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വല്ലപ്പോഴും ആ നബി തങ്ങളുടെ പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചു പോവാറുള്ളത്. ഉമർ തങ്ങൾ നിസ്കരിക്കുന്നത് തൊട്ടരികത്തുള്ള പള്ളിയിലാണ്. മദീനത്തെ നബി തങ്ങളുടെ പള്ളിയിലേക്ക് വല്ലപ്പോഴും ഒന്നിടവിട്ട ഉമർ തങ്ങൾ വരിക. ഉമർ തങ്ങളുടെ കൂടെ മദീനക്കാരനായ മറ്റൊരു സുഹാബിയുണ്ട്, അൻസ്വാരിയായ ഒരു സുഹാബി. ആ അൻസ്വാരിയായ സുഹാബിയും ഉമർ തങ്ങളും ഊഴമായിട്ടാ. അദ്ദേഹം ഉമർ തങ്ങൾക്കും അവർക്കും 2 തോട്ടങ്ങളുണ്ട് ഓരോരുത്തർക്കും. പറയും ഉമർ എന്നവരെ, ഇന്ന് നിങ്ങളെ തോട്ടവും എന്റെ തോട്ടം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയി പഠിച്ചോ, നബി തങ്ങളുടെ ഹദീസ് എനിക്ക് വന്ന് പറഞ്ഞു തരണം. നാളെ ഞാൻ പോകും, തോട്ടങ്ങൾ നോക്കണം, നമ്മൾ 2 പേരുടേതും നോക്കാം. അങ്ങനെ ഊഴമായി നോക്കി നിൽക്കാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സുഹാബിയല്ലേ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫാറൂഖ് എന്നൊരു കാര്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മക്കയിൽ നിന്ന് വരുമ്പോഴേ ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് നല്ല അച്ചടക്കം ഉണ്ടായിരുന്നു. ഭർത്താവ് മിണ്ടണ്ട എന്ന് പറഞ്ഞ പിന്നെ മിണ്ടൂലായിരുന്നു. അങ്ങനെയാ ഞങ്ങൾ മക്കത്തേക്ക് വരുമ്പോ. പക്ഷെ മദീനയിലെ അൻസ്വാരി പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് ഒരൽപ്പം നാവ് വെച്ച് സംസാരിക്കുന്നവരാ. മിണ്ടണ്ട എന്ന് പറഞ്ഞാൽ എന്താ മിണ്ടാഞ്ഞ എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, ഈ മദീനക്കാരികളുടെ കൂടെ കൂടിയപ്പോഴേ ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഇത് പഠിച്ചു. അവര് ഞങ്ങളോട് നാവ് പറയാൻ തുടങ്ങി. പറഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങനെയൊന്നും ഞങ്ങളുടെ പെണ്ണുങ്ങൾ ചെയ്യൂലായിരുന്നു.